മുല്ലപ്പെരിയാർ ഡാമിന്റെ അവസ്ഥ എന്താണ്? ദുരന്തങ്ങളിലേക്കാണ് നാം ഓരോ ജനതയുടെയും പോക്ക്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതിന് ഉത്തരം പറയാനായി നമ്മളോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് റസൽ ജോയിയാണ്. നമസ്കാരം. നിങ്ങൾ ഈ തള്ളു മാത്രമേ ഉള്ളൂ, ഇതിനൊന്നും സംഭവിക്കുന്നില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് ഓടുന്നു, ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഓടാൻ ജനങ്ങൾക്ക് എന്നെ വിഡ്ഢിയാണോ, ജനങ്ങൾക്ക് എന്നെ പ്രാന്തമാണോ? ഞങ്ങൾ ചൂഷണത്തിലാണ്, ഞങ്ങൾ അടിമത്തത്തിലാണ്, ഞങ്ങൾ ദുരന്തത്തിലാണ്. നമ്മൾ അടിമകളുടെ വില പോലും നമുക്കില്ല. നമ്മുടെ വിഷമല്ലേ വായിലേക്ക് വെക്കണം നമ്മൾ. അപ്പം സുപ്രീം കോടതി പറഞ്ഞത് ഇതാണ്, ഇത് പൊളിച്ചു നീക്കാതിരിക്കാൻ കാരണം ഉണ്ടെങ്കിൽ പറയാനാ പറഞ്ഞത്. അമേരിക്കയെല്ലാം ഡാം കൺസ്ട്രക്ഷൻ നിർത്തി. അവർ ഓരോന്നോരോ വൺ ബൈ വൺ ആയിട്ട് ഡീകമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോഴും ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്നും പറഞ്ഞിട്ട് വീണ്ടും ഡാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ കേരളത്തിന് അനുകൂലമായ ആദ്യത്തെ വിധി സുപ്രീം കോടതിയിൽ വന്ന പെറ്റീഷൻ കൊടുത്തതിന് മുമ്പ് ഞാൻ ശ്രീ പിണറായി വിജയനോടാണ് ഇത് ആദ്യമായിട്ട് സംസാരിച്ചത്. എന്തുത്തരം നിന്നു പിണറായി വിജയൻ? നിങ്ങൾ നോക്കിക്കോ, നിങ്ങളെ 20 എംപിമാരൊന്നും അല്ല പാർലമെന്റിലുള്ളത്. ചാവറ പോലെ എംപിമാര് ഇന്ത്യയുടെ പാർലമെന്റിലുണ്ട്. നിങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ അവർ സംസാരിക്കും കേരളത്തിന് വേണ്ടി. ഈ പറഞ്ഞ ആൾക്ക് 100-300 തെങ്ങ് പോയി. അവന് കോമ്പൻസേഷൻ മേടിച്ചു കൊടുക്കാനായിട്ട് ഈ മുഖ്യമന്ത്രിക്ക് സാധിച്ചോ? ശ്രീ ഉമ്മൻചാണ്ടിക്ക് സാധിച്ചോ? പിന്നെ എന്തിനാ ഇദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്? ഓസ്ട്രിയയില് ഞാൻ കണ്ടതാണ്. അവിടെ വിന്ററില് ചെറിയൊരു വെളിച്ചമുണ്ട്. അതായത് നമ്മുടെ ഇവിടുത്തെ പുലർകാലത്തെ വെളിച്ചമാണ് അവിടെ നട്ടുച്ചയ്ക്ക് ഉള്ളു. ആ വെളിച്ചം വെച്ചിട്ട് ഫോട്ടോ വോൾട്ടേക്ക് എന്ന് പറഞ്ഞ ടെക്നോളജി ഉപയോഗിച്ച് അവര് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിക്കും. നമ്മുടെ ഇവിടെ നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങില്ല, സൂര്യാഘാതം ഉണ്ടാവുമെന്ന് കുറച്ചാണെന്ന് സർക്കാർ പറഞ്ഞു. അതെ, ഉള്ളൂ. എന്നിട്ട് അത് വേസ്റ്റ് ആക്കുന്നു, സൗരോർജം വേസ്റ്റ് ആക്കുന്നു. ഈ റസൽ ജോയിയെ പോലുള്ള ഒരു ചോരത്തളപ്പുള്ള ഒരു വ്യക്തി മുഖ്യമന്ത്രിയായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുമല്ലോ. ഞാൻ മുഖ്യമന്ത്രിയാവാനൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ മുഖ്യമന്ത്രിയാവാൻ ജനിച്ചതല്ലാതെ, ഞാൻ മുല്ലപ്പെരിയാർ ഡാമിന് വേണ്ടി ജനിച്ചതാകാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സെല്ലിലൂടെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ ഡാമിന്റെ അവസ്ഥ എന്താണ്? ദുരന്തങ്ങളിലേക്കാണ് നാം ഓരോ ജനതയുടെയും പോക്ക്. ഇന്നല്ലെങ്കിൽ നാളെ എന്ന വാക്കിനതീതമായി ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതിന് ഉത്തരം പറയാനായി നമ്മളോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് റസൽ ജോയിയാണ്. നമസ്കാരം. നമസ്കാരം. നമ്മൾ അവസാനമായി ഇരുന്നൊരു കൂടിക്കാഴ്ചയിൽ പറയുകയുണ്ടായി, ഇതിനൊരു പരിഹാരം ഞാൻ കണ്ടെത്തും, എന്നോടൊപ്പം ജനങ്ങൾ കൂടെ നിൽക്കണം. പരിഹാരം വല്ലതും കണ്ടെത്തിയോ? അത് സുപ്രീം കോടതി കണ്ടെത്തിക്കോളും. ഇപ്രാവശ്യം സുപ്രീം കോടതി വളരെ സ്റ്റേഡായിട്ടൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ 13 എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നത്. അപ്പം സുപ്രീം കോടതി പറഞ്ഞത് ഇതാണ്, ഇത് പൊളിച്ചു നീക്കാതിരിക്കാൻ കാരണം ഉണ്ടെങ്കിൽ പറയാനാ പറഞ്ഞത്. അപ്പോൾ പൊളിച്ചു നീക്കാതിരിക്കാൻ കാരണം, ആ പൊളിച്ചു നീക്കണമെന്നുള്ളതല്ലേ അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ വാക്കിൻ്റെ ഒരു അർത്ഥം അത് തന്നെയാണ്. ഇത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ റസൽ ജോ ഇതിനായിട്ട് ഇറങ്ങുന്നു, ബാക്കി ആരും ഒരു പിന്തുണ തരുന്നതിന് സപ്പോർട്ട് തരുന്നില്ല. അപ്പൊ എല്ലാവരും ഒന്നടങ്കം ചോദിക്കുന്ന ചോദ്യമുണ്ട്, റസൽ ജോയ്ക്ക് എന്താണ് കുഴപ്പം? അല്ല, റസൽ ജോ ഇതിനു വേണ്ടി ഇറങ്ങിയതുകൊണ്ട് മുല്ലപ്പെരിയാർ പൊട്ടി എല്ലാവരും മരിക്കും, റസൽ ജോയ്ക്ക് മാത്രമല്ല ഇത്ര ഒരു തീവ്രത ഇതിന് പുറകെ സഞ്ചരിക്കാൻ? അതിൽ ചരിത്രത്തിൽ തന്നെ ഉത്തരവില്ലേ? പെനീക്കുങ്ക് എന്ന് പറഞ്ഞ ആള് ബാങ്കിയാവോ ഡാം ചൈനയിൽ പൊട്ടുമെന്ന് പറഞ്ഞു കിടന്നപ്പോ എല്ലാവരും കൂടി അയാൾക്ക് ഭ്രാന്താന്ന് പറഞ്ഞു. അതെ, മനസ്സിലായി. കല്ലെറിഞ്ഞു. അതെ, അയാളെ കല്ലെറിഞ്ഞ് അയാളെ ദുഷിച്ച് അയാളെ മോശമാക്കി വിട്ടു. എന്നിട്ട് എന്താ സംഭവിച്ചത്? അയാൾ പറഞ്ഞ പോലെ ഒരു സുപ്രഭാതത്തിൽ വെളുപ്പിന് 2 മണിയായപ്പോൾ പൊട്ടിത്തെറിച്ച് 2.5 ലക്ഷം പേര് മരിച്ചു. അതിൻ്റെ അടിയിൽ അത്രയും പേരുണ്ടായുള്ളൂ. ഇവിടെയോ ഡയറക്റ്റ്ലി ഡാമിൻ്റെ അടിയിൽ 1.5 കോടി ജനങ്ങളുണ്ട്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? 1, 2, നമുക്കിപ്പോൾ രക്ഷപ്പെടണമെങ്കിൽ ഇവിടുന്ന് ഏത് ജില്ലയിൽ പോകണം? അല്ല, ഇത് ചരിത്രത്തിൽ തന്നെ തെളിവുണ്ട്. ഇത് 1924 മുല്ലപ്പെരിയാർ ഡാം പാർഷ്യലി തകർന്നതാണ്. അന്ന് കേരളം മുഴുവൻ ഇല്ലാണ്ടായി. 99 വെള്ളപ്പൊക്കം എന്ന് മലയാള മേഖലയിൽ പറയണ 99 വെള്ളപ്പൊക്കം അതാണ്. അത്ര സീവിയർ ആവാൻ കാരണം ഈ ഡാം തകർന്നതാണ്. അന്ന് 4.58 ലക്ഷം രൂപ മുടക്കിയാണ് അത് റീകൺസ്ട്രക്ട് ചെയ്തത്. അതായത് ഇന്നത്തെ മണി വാല്യൂ അനുസരിച്ച് 232 കോടി രൂപ. അപ്പോൾ ഒരു മേജർ റീകൺസ്ട്രക്ഷനാണ് അവിടെ നടന്നത്. അപ്പം ഇനി തകർന്നാൽ അന്ന് ഈ മുല്ലപ്പെരിയാർ ഡാം മാത്രമേ ഉള്ളൂ. മനസ്സിലായ? വേറെ ഡാമില്ല കേരളത്തിൽ അന്ന്. ഇന്ന് എത്ര ഡാം? ഇന്ന് 84 ഡാംസ് ഉണ്ട് കേരളത്തിൽ. മാത്രമല്ല ഈ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ തന്നെ 14ഓളം ഡാംസ് ഉണ്ട്. ഈ ഡയറക്റ്റ് ലൈനിൽ 3-4 ഡാംസ് ഉണ്ട്. ഇടുക്കി ഡാമിൽ തന്നെ ഈ മുല്ലപ്പെരിയാർ ഡാമിൽ ഉള്ളതിനേക്കാളും 7 ഇരട്ടി വെള്ളമുണ്ട്.
പിന്നെ ചുരുക്കം പറഞ്ഞാൽ അത് മാത്രം പൊട്ടിയാൽ മതി, ഒന്നും ഇല്ലാതാകാൻ. പിന്നെ അല്ലാതെ മുകളിലുള്ള ഡാം പൊട്ടിക്കഴിഞ്ഞാൽ താഴെ എത്ര ശക്തിയുള്ള ഡാം ആണെങ്കിലും തകരും എന്നാണ് സയൻസ് പറയുന്നത്. കാരണം അത്ര ഫോഴ്സിൽ നിന്നാണ്, അതായത് ഒരു ബുള്ളറ്റ് കണക്കെ ചീറിപ്പാഞ്ഞവരാണ് കല്ലും മണ്ണും മരങ്ങളും മൃഗങ്ങളും എല്ലാ സാധനവും വഹിച്ചുകൊണ്ട്. വെള്ളത്തിൽ ഇമ്പ്യൂരിറ്റി കലരുമ്പോൾ വെള്ളത്തിൻ്റെ ശക്തി 10 മടങ്ങ് മൾട്ടിപ്ലൈ ആണ്, ഒരുപാട് മൾട്ടിപ്ലൈ ആണ്. ആ ശക്തിക്കൊന്നും ഇടുക്കി ഡാമിനോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഒന്നിനും. ഇതൊക്കെ ഞാൻ ചരിത്രത്തിലൂടെ പറഞ്ഞു തരാമല്ലോ. നമ്മൾ ഈ 99-ലെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് കരിന്തിരി മല ഇടുക്കിയിലെ വൻ മലയായിരുന്നു, അതില്ലാതായി. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഇവിടുന്ന് മൂന്നാറിന് പോകുമ്പോൾ ഒരുപാട് മലകൾ കാണുന്നുണ്ട്. അതുപോലെ ഒരു ഭീമാകാരമായ ഒരു മല തന്നെ ഇല്ലാണ്ടായി 99-ലെ വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോൾ. അത് വെള്ളപ്പൊക്കവും പിന്നെ ഈ ഡാമിൻ്റെ തകർച്ചയും ഇത് രണ്ടും കൂടി അങ്ങനെ സംഭവിച്ചാൽ ഏത് മലയ്ക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റും? നമുക്ക് ചരിത്രത്തിൽ വസ്തുതകളുണ്ട്. ഞാൻ വെറുതെ ഇരുന്നോട് പറയണതൊന്നുമല്ല. കരിന്തിരി മല എവിടെ പോയി എന്നൊന്ന് അന്വേഷിച്ചാൽ മതി, അപ്പോൾ ഉത്തരം കിട്ടും. പിന്നെ ചരിത്രമാണതല്ല. നമുക്ക് രക്ഷപ്പെടണം, എന്തോ ചെയ്യണം? രക്ഷപ്പെടണമെങ്കിൽ നാട് വിട്ടു പോകണം, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ചെയ്യണം. എന്തോരാളുകൾ നാട് വിട്ടു പോയി, കേരളത്തിൽ നിന്ന് ഒത്തിരി ആളുകൾ നാട് വിട്ടു പോയി. ഇപ്പം തന്നെ യുവാക്കൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല, എങ്ങനെയെങ്കിലും ജോലിയെന്നും പറഞ്ഞ് നാട്ടിൽ നിന്ന് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് ശ്രമിക്കുകയാണ്. മിക്ക യുവാക്കളും നാടിനെ വെറുത്ത് തന്നെ പോവുകയാണ്. അതെ, ഇവിടെ നിന്ന് ജീവിക്കാൻ പറ്റത്തില്ല. ജോലി കിട്ടിയാലും ഒരു മതിയായ ശമ്പളവും ഇല്ല. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് പോകുക, ഡാമിൽ നിന്നും രക്ഷയായി, ഇവിടുത്തെ ഈ കഷ്ടതയിൽ നിന്നും രക്ഷയായി. അങ്ങനെ വിചാരിച്ച് യുവാക്കൾ പോകാനുള്ള അറ്റംപ്റ്റിലാണ് ഇപ്പം മൊത്തം യുവാക്കൾ. ഈ ഉദ്യോഗസ്ഥന്മാർക്കും ഈ നിയമപാലകർക്കും ഇല്ലാത്ത ഒരു ഊർജം, അല്ലെങ്കിൽ അതെന്തിനാണ് റസൽ ജോയ്ക്കുള്ളത്? അവർക്കും പേടിയുണ്ട്. ഇത്രയൊരു ദുരന്തം സംഭവിക്കാൻ പോവുകയാണെന്ന് അറിയുമ്പം തീർച്ചയായിട്ടും അവരാണ് ഒരു എഫേർട്ട് ഇട്ട് മുന്നോട്ട് ഇറങ്ങേണ്ടത്. അപ്പോൾ അവരിൽ നിന്ന് റസൽ ജോയിയെ വ്യത്യസ്തനാക്കുന്നത് എന്താണ്? ഇന്ത്യയിലെ 50ഓളം ഡാംസ് തകർന്നുപോയി. ഈ സുർക്കി, കോൺക്രീറ്റ്, മേസൺട്രി എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ തന്നെ. ഈ ഡാംസിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇത് സെൻട്രൽ വാട്ടർ കമ്മീഷൻ സർട്ടിഫൈ ചെയ്താണ്, ഒരു കുഴപ്പമില്ലാന്ന്. അങ്ങനെ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഡാംസ് എല്ലാം തകർന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ത്യയിൽ മരിച്ചു. ആ ഒരു മണ്ണിൽ നിന്നുകൊണ്ട് എനിക്കിങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തുറപ്പിൽ അവരെ സർട്ടിഫിക്കറ്റ് കൊടുത്തത്? കുഴപ്പമില്ല. എന്തുറപ്പ്? നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിനും സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. എന്തുറപ്പ്? ഞാനത് സുപ്രീം കോടതിയിൽ 40 വർഷം മുമ്പ് എംപവേർഡ് കമ്മിറ്റി ഒരു റിപ്പോർട്ട് കൊടുത്ത്, 2011 ഒരു റിപ്പോർട്ട് കൊടുത്ത്. ഈ റിപ്പോർട്ട് ഫേക്കാണെന്നും അൺസയൻറ്റിഫിക് ആണെന്നും മാനിപ്പുലേറ്റഡ് ആണെന്നും പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ എണ്ണി റീസൺസ് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനെന്ത് ഉത്തരം കിട്ടി? ഉത്തരം കിട്ടിയിട്ടില്ല. അത് ഉത്തരം പറയാനല്ലേ വെച്ചിരിക്കുന്നത്. ഇപ്പം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബെഞ്ചാണ്. ഇപ്പോൾ ഉത്തരം പറയാനോ വെച്ചാണ്. ഇനി വന്ന് ഉത്തരം പറയട്ടെ. നമുക്കറിയാലോ, കേരളം പറയണം, തമിഴ്നാട് പറയണം. തമിഴ്നാട് അവരുടെ കാര്യം നന്നായിട്ട് പറയുന്നുണ്ട്. എനിക്ക് അവരോട് ബഹുമാനവും അപ്രീസിയേഷനാണ് തോന്നുന്നത്. കാരണം അവരുടെ നാടിന് വേണ്ടി മരിച്ചു കിടന്ന് സുപ്രീം കോടതിയിലും പുറത്തും പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടുകാർ അതിനുവേണ്ടി പണിയെടുക്കുന്നില്ലെന്നാണോ പറയുന്നത്? അത് വായിച്ചാൽ മതി. അത് ഈ ഞാൻ പറയുന്ന കാര്യങ്ങളിലൂടെ മനസ്സിലാക്കിയാൽ മതി. തമിഴ്നാട് ഇന്ത്യയിലെ തന്നെ രണ്ടാം സാമ്പത്തിക ശക്തിയായ സ്റ്റേറ്റായി മാറി. തമിഴ്നാട് പഴയ തമിഴ്നാടല്ല, കേരളം പഴയത് കേരളമാവണം. കേരളം കണ്ടുകൊണ്ടല്ലേ വിദേശികൾ മുഴുവനും ഇങ്ങോട്ട് വന്നേ. ഇവിടുത്തെ സമ്പന്നത കണ്ടിട്ടല്ലേ വിദേശികൾ വന്ന്. നമ്മുടെ പഴയ കേരളം ആകണമെങ്കിൽ ഇവിടുത്തെ ഭരണസമിതി മാറണ്ടേ? അതൊക്കെ ജനങ്ങൾ തീരുമാനിച്ചാൽ മതി. നമ്മൾ ഈ ഭരണസമിതി മാറ്റാൻ നടക്കുന്ന ആളല്ല, നമ്മൾ ഡാം മാറ്റാൻ നടക്കുന്ന ആൾ മാത്രമാണ്. എനിക്കിവിടുത്തെ ഭരണസമിതി മാറണമെന്നൊന്നുമില്ല, ഡാം മാറണം. എങ്ങനെ മാറും? എങ്ങനെ മാറും? അതൊക്കെ സമയമായിട്ടുണ്ട്. ഒന്നെങ്കിൽ പ്രകൃതി തന്നെ എടുത്തു മാറ്റും, അല്ലെങ്കിൽ എൻ്റെ കേസ് സുപ്രീം കോടതിയിൽ ജയിക്കാനുള്ള നടപടികളുമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ മുന്നോട്ട് വരും. നമ്മൾ കണ്ടില്ലേ ഓരോരോ രാജ്യങ്ങളിലുള്ള പ്രക്ഷോഭങ്ങൾ കണ്ടില്ലേ? നേപ്പാളിൽ കണ്ട് പല രാജ്യങ്ങളും നമ്മൾ കാണുന്നില്ലേ? ജനങ്ങൾ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ തനിച്ചോടിയിട്ടെന്താ കാര്യം? ഈ നാട്ടിലെ ജനങ്ങൾ രംഗത്തേക്ക് വരണം. മുല്ലപ്പെരിയാർ ഡാം ഇവിടുന്ന് എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു. ഈ ജനങ്ങൾക്ക് ഇപ്പോഴും ഇതിനെപ്പറ്റി ഒരു ഭീതി ഇല്ലാത്ത, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ചർച്ചാ വിഷയം കൊണ്ടുവരാത്ത റീസൺ എന്തായിരിക്കും? അത് ചിന്തിക്കണം. എന്തുകൊണ്ടാണ് മനസ്സിലാക്കുന്നത് എന്തായിരിക്കും? സിമ്പിൾ അല്ല രാഷ്ട്രീയം. ഇവിടെ എല്ലാം തലയിൽ രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയത്തിന്റെ മേലെ സ്വന്തം മക്കൾ പോലും ഇല്ല. മനസ്സിലായോ? രാഷ്ട്രീയം കഴിഞ്ഞിട്ടുള്ളൂ മക്കള്. പിന്നെ എന്താ സംശയം? എന്താ? ഞാൻ എൻ്റെ പാർട്ടിക്കാരനാണ്, ആ പാർട്ടി ജയിക്കണം. അതിന് എൻ്റെ മക്കളോ കുടുംബമോ എൻ്റെ ജോലിയോ
സാമ്പത്തിക സ്ഥിതിയോ എൻ്റെ ദുരിതത്തിന് കാരണം ഈ നാട് ഭരിച്ചവരാണെന്നുള്ള ചിന്താഗതിയോ ഒന്നുമില്ല. നിലവിൽ ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിന്റെ അവസ്ഥ എന്താ? മുല്ലപ്പെരിയാർ ഡാമിന്റെ അവസ്ഥ അവർ പേടിച്ചിട്ടല്ലേ ഇപ്പൊ വെള്ളം തുറന്നു വിടുന്നത്. അവർ കുറെ സയന്റിഫിക് റീസൺസ് ഒക്കെ പറയുന്നുണ്ട്, അതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള കാരണം. എന്തൊക്കെയാ പറയുന്നേ? മുല്ലപ്പെരിയാർ ഡാമില് സിൽട്ട് എന്ന് പറഞ്ഞ ചെളി, ഈ സിൽട്ട് 130 കൊല്ലത്തെ സിൽട്ട് അവിടെ കിടക്കാം. എല്ലാ കൊല്ലവും സിൽട്ട് മാറ്റി ഡാം ക്ലീൻ ചെയ്യണമെന്നാണ് ഡാം മാനുവലിൽ പറയുന്നത്. ഇത്രയും നാളായിട്ട് ഇതിന്റെ സിൽട്ട് മാറ്റിയിട്ടില്ല. അപ്പൊ എന്താ പറ്റണമെന്ന് ചോദിച്ചാൽ, ചെളി നിറഞ്ഞു കിടക്കുന്ന ഒരു റിസർവോയർ, അവിടെ ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ വെള്ളം കൂടും. ഇപ്പം കാലവർഷത്തെ വെള്ളമൊക്കെ ഫോറസ്റ്റ് വലിക്കും, ഒരു സ്പോഞ്ച് കണക്കെ ഫോറസ്റ്റ് അബ്സോർവ് ചെയ്യും. തുലാവർഷത്തിൽ ഒന്നും അബ്സോർവ് ചെയ്യില്ല. അതാണ് ഇപ്പോഴുള്ള പ്രശ്നം. ഈ തുലാവർഷത്തിൽ പെയ്യുന്ന മഴ എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി ഫോറസ്റ്റിൽ വീണാൽ ഒരു തുള്ളി ഡാമിലുണ്ടാവും. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന്, അതായത് ചെളിയുടെ മേലെയാണ് ഈ റിസർവോയർ ഉള്ളൂ, മനസ്സിലായില്ലേ? ചെളിയുടെ മേലെയാണ് വെള്ളമുള്ളൂ. അത് പെട്ടെന്ന് അങ്ങോട്ട് ഉയരും. പെട്ടെന്ന് അങ്ങോട്ട് ഉയർന്നു കഴിഞ്ഞാൽ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. ഇവർക്ക് 142 അടി വരെ വെള്ളം ജലനിരപ്പ് കൂട്ടാം എന്ന് സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ട്. അവരെന്താ കൂട്ടാത്ത? നമ്മളെ ഈ ഡാം ശക്തിയാണെന്ന് കാണിക്കാൻ വേണ്ടി 2-3 കൊല്ലം മുമ്പ് ഇങ്ങനെ കൂട്ടിക്കാണിച്ചു. അവർ 150 ഒരു വലിയ ഒരു അളവിലേക്ക് കൂട്ടിക്കാണിച്ച് അല്ലേ? ഇപ്പം എന്താ കൂട്ടാത്തത്? കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡാം ഇങ്ങോട്ട് പോരുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് 132 വന്നപ്പോൾ തന്നെ അവർ തുറന്നുവിടാണ് കേരളത്തിലേക്ക് വെള്ളം. പേടിച്ചിട്ടാണ്. അവർ കൂട്ടുമൊന്നുമില്ല, പ്രത്യേകിച്ച് ഈ തുലാവർഷത്തിൽ കൂട്ടൂല. അങ്ങോട്ട് വെള്ളം കൊണ്ടുപോകാൻ പറ്റുമോ? ഈ വരണ്ട് കിടക്കുന്ന 5 ജില്ലകൾ എന്ന് പറയണില്ലേ, അങ്ങോട്ട് വെള്ളം കൊണ്ടുപോകാൻ പറ്റൂല. ഇപ്പം തമിഴ്നാട് വെള്ളത്തിൽ മുങ്ങി, അവിടെ വെള്ളത്തിൽ മുങ്ങിയ ആൾക്കാർ മരിക്കും. അവിടെ വലിയ പ്രളയമാണ്. വെള്ളമില്ല എന്നൊക്കെ പറയണത് വെറും നുണയാണ്. അതും പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ ആൾക്കാർ കിടക്കണം. വരണ്ട ഏതോ ഒരു പാടം കാണിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ വെള്ളമില്ലാത്രേ. ജനങ്ങളെ വിഡ്ഢിയാക്കുവാണോ? ആബ്സല്യൂട്ട്ലി. അതായത് 5 ജില്ലകൾ, മുല്ലപ്പെരിയാർ ഡാം ഇറിഗേറ്റ് ചെയ്യുന്ന 5 ജില്ലകളിൽ 4 ജില്ലകളും നാഷണൽ ആവറേജിനേക്കാൾ മഴ പെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇപ്പൊ ചില ആൾക്കാർ പറഞ്ഞ് കുഴൽ വെച്ച് അങ്ങോട്ട് വിടാന്ന്. അങ്ങോട്ട് ചെന്നാൽ മതി കുഴലും കൊണ്ട് ഇപ്പൊ വെള്ളമായിട്ട്. അവിടെ ഇപ്പൊ അവർക്ക് അങ്ങനെ സ്റ്റോർ ചെയ്യാനായിട്ട് തമിഴ്നാട്ടിൽ പറ്റുമായിരുന്നു. ഇപ്പൊ സ്റ്റോർ ചെയ്താൽ പോരെ? അവിടെ പ്രളയത്തിൽ വീടും കുടുംബമൊക്കെ ഒലിച്ചു പോണ്. ഇപ്പൊ അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് സ്റ്റോർ ചെയ്താൽ പോരെ? എന്തിനാണ് ഈ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് കുഴൽ വെച്ച് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്നത്? ഇപ്പൊ അവിടെ വെള്ളമുണ്ട്. വെറും കള്ളത്തരവും അബദ്ധങ്ങളും പറഞ്ഞിട്ട് ഈ മലയാളികളെ കൂടുതൽ വിഡ്ഢികളാണെന്ന് അവർ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം അവർ തമിഴിയൻസ് പറയുന്നത് എല്ലാം ഈ വിഡ്ഢികൾ വിശ്വസിക്കും എന്നാണ് അവർക്ക് അനുഭവം. അവർക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയ അനുഭവമല്ല. വർഷങ്ങളായിട്ട് അവർ പറയണൊക്കെ തൊണ്ട നനയാതെ വിഴുങ്ങുന്നുണ്ട് മലയാളി. അതിന് കാരണം രാഷ്ട്രീയമാണ്. അല്ലാതെ എന്താ? എൻ്റെ നേതാവ് എന്നെ രക്ഷിക്കും എന്ന് വിചാരിക്കുന്നിടത്താ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ജനങ്ങളോടൊരു കൂറ് വേണ്ടേ? അത് ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ട. ഈ നേതാവിന്, ഈ പാർട്ടിക്ക് എന്നോടോ എൻ്റെ മക്കളോടോ എൻ്റെ കുടുംബത്തോടോ ഈ നാടിനോടോ ഞങ്ങൾ എന്ത് കഴിക്കണം എന്ന് വരെ തീരുമാനിക്കാനുള്ള അധികാരമുള്ള ഗവൺമെൻറ് ചെയ്യുന്നില്ല എന്നും മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളാണ്. ജനങ്ങൾ മുന്നോട്ട് വരാണ്ട് ഞാൻ ഒറ്റക്ക് ഓടിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഓടും അതുറപ്പാണ്. പക്ഷേ ജനങ്ങളും കൂടെ കൂട്ടം ഓടിയാൽ ഈ പ്രശ്നത്തിന് ഇമ്മീഡിയറ്റ് ഒരു പരിഹാരം ഉണ്ടാവും. ഒരു അഭിമുഖത്തിൽ റസൽ ജോയുടെ സംസാരത്തിലേക്ക് വന്നൊരു കമൻ്റാണ്, നിങ്ങൾ ഈ തള്ളു മാത്രമേ ഉള്ളൂ, ഇതിനൊന്നും സംഭവിക്കുന്നില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ഓടുന്നു, ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഓടാൻ ജനങ്ങൾക്ക് എന്നെ വിഡ്ഢിയാണോ, ജനങ്ങൾക്ക് എന്നെ പ്രാന്തുണ്ടോ? എന്താ അതിന് കൊടുക്കാനുള്ള മറുപടി? ഈ വിഷം തിന്നുകൊണ്ടല്ല ഇവൻ ഇത് പറയുന്നത്. എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന പച്ചക്കറി അതിർത്തിയിൽ തടഞ്ഞ് വിഷം ഉണ്ടെങ്കിൽ തിരിച്ചയക്കാത്തത് എന്താണ്? മുല്ലപ്പെരിയാർ തന്നെ വിഷയം. ഒരു തമിഴ് ലോറി ഇവിടുന്ന് നമ്മളങ്ങോട്ട് തിരിച്ചയച്ചാൽ അവർ പറയും ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ വർഷങ്ങളായി നിങ്ങൾ മേടിച്ചു വെച്ചിരിക്കുന്ന പണം ഇങ്ങോട്ട് തന്നിട്ട് ഞങ്ങളുടെ വണ്ടി പിടിച്ചോ. അപ്പം അവർക്ക് നിലപാടുണ്ട്, കൃത്യമായ നിലപാടുണ്ട്. ആ നാടിന് വേണ്ടി മരിക്കാൻ തമിഴർ തയ്യാറാണ്. മനസ്സിലായി? ഇപ്പം തന്നെ ഈ സുപ്രീം കോടതിയിൽ നിന്ന് കഴിഞ്ഞ 13-ാം തീയതി വന്ന ഉത്തരവിൽ വൈക്കോ പ്രതികരിച്ചല്ലോ, അവിടുത്തെ മുഖ്യമന്ത്രി പ്രതികരിച്ചല്ലോ, അവിടുത്തെ സമസ്ത രാഷ്ട്രീയ പാർട്ടികളും പ്രതികരിച്ചല്ലോ. ഇവിടെ ആരെങ്കിലും വേണ്ടിയാ? ഇത് ഹിന്ദി മേഖലകളിലും തമിഴ് മേഖലകളിലും കന്നഡത്തിലും തെലുങ്കിലും ഒക്കെ ഇത് വലിയ വാർത്തയായിട്ട് വന്നതാണ്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാർ പ്രതികരിച്ചു. വൈക്കോ ആദ്യം പ്രതികരിച്ചു. അൺജസ്റ്റ് ഡിസിഷനാന്ന് പറഞ്ഞു സുപ്രീം കോടതിയുടെ. ഇവിടെ ആരെങ്കിലും മിണ്ടിയ? കാരണം എന്താ?
ഇവര് മിണ്ടിയില്ലെങ്കിൽ ഈ ജനങ്ങളൊക്കെ പുറകെ തന്നെ ഉണ്ടാവും. ജനങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഇലക്ഷൻ വരുമ്പോൾ ഒരു പാർട്ടി അല്ലെങ്കിൽ മറ്റേ പാർട്ടി, ഇത് തന്നെ കഴിഞ്ഞ ഈ 3 പാർട്ടി ഒന്നാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ വിഷയത്തിൽ കേട്ടോ. ഈ വിഷയത്തിൽ അപ്പൊ ഇനിയെങ്കിലും മലയാളി ജനങ്ങൾ കണ്ണു തുറക്കണം. ജനങ്ങൾക്ക് ഇത് വേണമെന്ന് തോന്നണം. ഈ മുല്ലപ്പെരിയാർ ഡാം ഞങ്ങളുടെ തലയിൽ വേണ്ട. അവർ 50,000 കോടി കൃഷിയിൽ നിന്നുണ്ടാക്കുന്നു, 5 പൈസ ഇവിടെ കിട്ടുന്നില്ല. നമ്മുടെ വെള്ളം കൊണ്ടുപോയി അവിടെ വീടാന്തരം കൊടുത്ത് മീറ്റർ വെച്ച് പൈസ വാങ്ങുന്നു, വ്യവസായങ്ങൾക്ക് കൊടുത്ത് പൈസ വാങ്ങുന്നു. കൃഷിയിൽ നിന്ന് 50,000 കോടി, വ്യവസായങ്ങളിൽ നിന്നും മറ്റുള്ളതിൽ നിന്നുള്ള വരുമാനം വേറെ 438 മുതൽ 468 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി എനർജി സർപ്ലസ് സ്റ്റേറ്റ് ആയ തമിഴ്നാട് ഉൽപ്പാദിപ്പിക്കുന്നു. കേരളത്തിനൊന്നും കിട്ടുന്നില്ല. ഇത് വേണമെന്ന് പറയാനുള്ള അറ്റ്ലീസ്റ്റ് ഒരു സാമാന്യ ബോധമെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടേ? ഞങ്ങളുടെ വെള്ളമാണ് അവർ കൊണ്ടുപോകുന്നത്. അവിടെ എങ്ങും വെള്ളത്തിന് ഒരു ക്ഷാമവും ഇല്ല. എന്തിനാ ബ്രിട്ടീഷുകാർ ഡാം ഉണ്ടാക്കിയത്? തമിഴന്മാരെ വെള്ളം കുടിപ്പിക്കാനാണെന്നാണ് വിചാരം. അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്നറിയോ? ഈ ഡാമിന് മുടക്കിയ മൊത്തം തുകയും ഒരു വർഷത്തിനുള്ളിൽ അവർ തിരിച്ചു പിടിച്ചു. എങ്ങനെ? ഈ വെള്ളം കൃഷിക്ക് ഉപയോഗപ്പെടുത്തുന്ന കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് ബാർട്ടർ സിസ്റ്റം, അതായത് നിങ്ങൾ വെള്ളം ഉപയോഗിച്ചോ, നിങ്ങൾ 1 കിലോ മുന്തിരിങ്ങ ഉണ്ടാക്കി കഴിഞ്ഞാൽ 600 ഗ്രാം സർക്കാരിന് കൊടുക്കണമായിരുന്നു, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുക്കണമായിരുന്നു. അവർ ബുദ്ധിപരമായിട്ട് ചെയ്തു. ആ കൃഷിക്കാർ 100 തേങ്ങ ഉണ്ടെങ്കിൽ 60 തേങ്ങ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ വന്ന് പെറുക്കിക്കൊണ്ട് പോകും. അവർക്കൊരു വൻ കൊള്ളയായിരുന്നു ഈ ജനങ്ങളെ ചൂഷണം ചെയ്തുണ്ടാക്കിയത്. പക്ഷേ ഈ 40% കിട്ടിയാലും ആ കൃഷിക്കാർക്ക് ലാഭമായിരുന്നു. എന്തായിരുന്നു അറിയോ? അവർ ജന്മിയുടെ അണ്ടറിലായിരുന്നു. ആ ജന്മിത്ത് അങ്ങോട്ട് പോയി, മനസ്സിലായി? അവർക്ക് 40 - 40 കിട്ടാൻ തുടങ്ങി. പണ്ട് എന്താ കിട്ടണേ? അവിടെ പണി ചെയ്താൽ ഭക്ഷണം കിട്ടും, ഇതല്ലാണ്ട് ഒന്നുമില്ലായിരുന്നു. ബ്രിട്ടീഷുകാർ കാരണം അവർക്ക് ഈ 40% കിട്ടാൻ തുടങ്ങി. 60% ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി. എന്ത് കച്ചവടം അത്? തീവട്ടിക്കൊള്ളയല്ലേ ബ്രിട്ടീഷുകാർ ചെയ്തത്? അവർക്കത് ലാഭമാണ്, അത് ഞാൻ സമ്മതിച്ചു. അവരുടെ അടിമത്ത ഈ നാട്ടിൽ ഉണ്ടായിരുന്ന അധകൃതനെ അടിമകളാക്കി പണി ഇടിപ്പിച്ച് ചൂഷണം ചെയ്യുന്ന വരേണ്യ വർഗം ഈ നാട്ടിലുണ്ടായിരുന്നു. ആ ഒരു സിസ്റ്റം അങ്ങോട്ട് ബ്രിട്ടീഷുകാർ എടുത്തത് അവർക്ക് ഗുണമായി എന്നുള്ളത് ശരിയാണ്. അതെ, മനസ്സിലായ? അതല്ല അവിടെ ദ്രവീഡിയൻ പൊളിറ്റിക്സ് ഒക്കെ ഇത്ര തീവ്രമായത് അതുകൊണ്ടാണ്. ബ്രിട്ടീഷ് വിദ്യാഭ്യാസം കിട്ടി, ഞങ്ങൾ ചൂഷണത്തിലാണെന്ന് അവിടെയുള്ള ആളുകൾക്ക് മനസ്സിലായി. അത് മനസ്സിലാക്കണം ഈ കേരളത്തിലെ ജനങ്ങൾ. ഞങ്ങൾ ചൂഷണത്തിലാണ്, ഞങ്ങൾ അടിമത്തത്തിലാണ്, ഞങ്ങൾ ദുരന്തത്തിലാണ്. നമ്മൾ അടിമകളുടെ വില പോലും നമുക്കില്ല. നമ്മുടെ വിഷമല്ലേ വായിലേക്ക് വെക്കണം. അടിമകൾക്ക് നമ്മൾ വിഷം കൊടുത്ത് വളർത്തുമായിരുന്നോ? ഒറ്റവാക്യം ഒരു പട്ടിയുടെ വിലയില്ല. പട്ടിക്ക് ഇതിനും കൂടുതൽ വിലയുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പട്ടികൾ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ടല്ലോ. സുപ്രീം കോടതി തന്നെ പറഞ്ഞ് പട്ടികൾ ഇങ്ങനെ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് കേരളത്തിൽ നടക്കുന്നില്ലേ? എന്താ കാരണം? വാക്സിൻ കമ്പനികളിൽ നിന്ന് പൈസ. അതല്ലേ? ഇവിടെ ജനങ്ങൾ പട്ടി പിടിച്ച് പേപ്പട്ടി കടിച്ച് പിടിച്ച് ചത്താലും ആർക്കും ഒരു പ്രശ്നമില്ല. രാത്രിയൊക്കെ ഞാൻ ആലുവയെ കൂടെ നടക്കുമ്പോൾ പേടിച്ചിട്ടാ നടക്കണേ. കൈയൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചാണ് നടക്കണത്. പട്ടി ആലുവയിലുണ്ടോ? ഇഷ്ടം പോലെ പട്ടിയുണ്ട്. ഇവിടെ ഒരു സർക്കാരുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് മുല്ലപ്പെരിയാർ വിഷയം മാത്രമല്ല, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു സർക്കാരുണ്ടോ? ഇത് ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രതിപക്ഷം ഉണ്ടോ? എല്ലാവരും കൂടി കൂട്ടുകൂടി അവരുടെ കാര്യം നേടുന്നു എന്നല്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്താ ഉപകാരം? ജനങ്ങൾ ചിന്തിക്കുക അവർ ഇരുപക്ഷമാണ്, പക്ഷെ അവർ നല്ല സൗഹൃദവും ജനങ്ങൾ തമ്മിൽ അടിക്കുകയും. അതെ, അവര് 3 കൂടി ഒരു പക്ഷമാണ്. അതെ. എന്നോടൊരു കേന്ദ്രമന്ത്രി പറഞ്ഞല്ലോ, നീ പ്രധാനമന്ത്രിയെ ഞാൻ കാണിക്കാം, പ്രധാനമന്ത്രിയോട് നമുക്ക് മുല്ലപ്പെരിയാർ വിഷയം സംസാരിക്കാം. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങളൊന്നും വിചാരിച്ചാലൊന്നും ഒന്നും നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്കറിയാം. ഞാൻ പറഞ്ഞു നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ കേന്ദ്രമന്ത്രിയെന്ന് പറഞ്ഞുകൊണ്ടാ പ്രധാനമന്ത്രി നിങ്ങൾ അവിടെ കയറ്റി ഇരുത്തോ, മുല്ലപ്പെരിയാർ വിഷയം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തന്നെ ഇറക്കി വിടുമെന്ന് പറഞ്ഞു. അത് അദ്ദേഹം പിന്നീട് സമ്മതിച്ച്. എൻ്റെ ഒരു സമാധാനത്തിന് പറഞ്ഞാണ് എന്നെ കൊണ്ടുവന്ന് പ്രധാനമന്ത്രിയുടെ മുമ്പിൽ നിർത്താന്ന്. അങ്ങനെ പോയി നിന്നിട്ട് എന്താ കാര്യമുള്ള? ആശ്വാസവാക്കിന് പറഞ്ഞായിരിക്കാം. ആശ്വാസമല്ല, നിർത്താൻ ചെയ്യും. അങ്ങനെ പോയി നിന്നിട്ട് എന്താ കാര്യമുണ്ട്? പ്രധാനമന്ത്രിക്ക് ഈ വിഷയത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും, അപ്പൊ പോവാം. അല്ല, ഞാൻ പ്രധാനമന്ത്രിയെ വിളിക്കത്തില്ല. ഞാൻ തന്നെ വിളിക്കുന്നത്. അദ്ദേഹത്തിന് തോന്നണ്ടേ ഇങ്ങനെ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനമുണ്ട്, അവിടെ 45 മില്യൺ ആൾക്കാരുണ്ട്, ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ 45 മില്യൺ പോയാലൊന്നും ഇന്ത്യ ഗവൺമെന്റിനോ ഇന്ത്യ രാജ്യത്തിനോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എങ്കിലും കരുണയുള്ള ഒരു പ്രധാനമന്ത്രിയാണെങ്കിൽ ഇടപെടണ്ടേ? തീർച്ചയായിട്ടും ഇടപെടണം. അങ്ങനെ ഇടപെടണമെന്ന് ഇവിടുത്തെ ഗവൺമെന്റും ഇവിടുത്തെ ജനങ്ങൾ പറയണം.
ജനങ്ങൾക്ക് വേണ്ടാത്തത് പ്രധാനമന്ത്രിക്കാണ്. അത് റസൽ ജോയ് തന്നെ പറഞ്ഞു, ജനങ്ങൾ എങ്ങനെ ഇതിനു വേണ്ടി ഇറങ്ങണമെന്ന്. നേപ്പാളിൽ കണ്ടില്ലേ, അതുപോലെ ചെന്ന് സെക്രട്ടേറിയറ്റ് തല്ലിപ്പൊളിക്കണമെന്നൊന്നും അല്ല ഞാൻ പറയണത്. അറ്റ്ലീസ്റ്റ് അവനവന്റെ വീടിന്റെ മുമ്പിൽ ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം എഴുതി വെക്കാമല്ലോ. കഴിഞ്ഞ ഒരു വർഷക്കാലമായി റസൽ ജോയ് ഇത് തന്നെയാണല്ലോ പറയുന്നത്, ജനങ്ങൾ നിങ്ങൾ എന്റെ കൂടെ നിൽക്ക്, നമുക്കൊരു കെട്ടായിട്ട് യാത്ര ചെയ്യാം, ഒരു പരിഹാരം ഇതിനുണ്ടാക്കാം. എന്നിട്ട് എന്തുണ്ടാക്കി? ആരും ഇല്ലാന്ന് വിചാരിച്ചോ? ഒരാളും എൻ്റെ കൂടെ കൂടുന്നില്ലെന്ന് വിചാരിച്ചോ? എനിക്ക് നിശബ്ദനായിരിക്കാൻ കഴിയോ? ഇല്ല. എൻ്റെ ബുദ്ധിയോ അല്ലെങ്കിൽ എൻ്റെ ആ ബുദ്ധി തന്നെ പറയാം, എൻ്റെ ബുദ്ധി അതിന് സമ്മതിക്കുമോ? എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യമില്ലേ? ആ ബോധ്യം മറ്റുള്ളവർക്ക് ഇല്ലല്ലോ റസൽ ജോയ്. അതുണ്ടാകാനുള്ള ശ്രമം നടത്തണം, അന്വേഷിക്കണം. ഈ ശ്രമമല്ലേ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് സംഭവിക്കുന്നത്? അതിനെന്തെങ്കിലും ഉത്തരം കിട്ടിയോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അതെ. അത് പ്രതികരിക്കാത്ത ജനം ഒഴുകി പോവുക തന്നെ ചെയ്യും. ആ ഒഴുകിപ്പോകുന്ന ജനത്തിൽ ഞാനും റസൽ ജോയും പെടത്തില്ലേ? പെടും. നമ്മൾ പറയാനുള്ളത് പറഞ്ഞ് പ്രവർത്തിക്കുക. ഒരു വക്കീലെന്നുള്ള നിലയിൽ ചെയ്യാനുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കത്രയൊക്കെ പറ്റൂ. ഇപ്പം ഞാനുള്ളത് കൊണ്ടാണ് ഈ പ്രകൃതി ഇതിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അല്ലാണ്ട് ഡാമിൻ്റെ ബലം കൊണ്ടൊന്നും നിൽക്കണമല്ലാതെ. ഡാമിൻ്റെ ബലം കൊണ്ടല്ല എന്ന് IIT റൂർക്കി പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഹൈഡ്രോളജിക്കലി സേഫ് എന്ന് IIT റൂർക്കി ഡോക്ടർ ഗൊസൈൻ അടിവരായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ 4.5 കോടി ജനങ്ങള് അഡ്വക്കേറ്റ് റസൽ ജോയുടെ കൂടി ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമോ? പിന്നെ അതൊരു വലിയ ഫോഴ്സ് അല്ലേ, വലിയൊരു എനർജി അല്ലേ. ഇപ്പൊ അജിനൊരു എനർജി ഉണ്ട്, എനിക്കൊരു എനർജി ഉണ്ട്. ഈ 2 എനർജിയും കൂടി ഇപ്പൊ ഡബിളായി. അങ്ങനെ 4.5 കോടി ജനങ്ങളുടെ ഒരു മനസ്സിതിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് അവിടെ ഇരിക്കാനൊന്നും പറ്റൂല, മുഖ്യമന്ത്രിക്ക് ഇവിടെ ഇരിക്കാനും പറ്റൂല, സ്റ്റാലിൻ അവിടെ ഇരിക്കാൻ പറ്റൂല. ഇതൊരു വലിയ ഫോഴ്സാണ്. നമ്മൾ അറിയാത്ത ഒരു മിറേക്കിൾ സംഭവിക്കും. മനസ്സിലായ? അതായത് ലോയിലൊരു സംഭവമുണ്ട്. ലോയില് ഈ യുണൈറ്റഡ് നേഷൻസ് പാസ്സാക്കുന്നത് ഒക്കെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും? അതിന് ഫോഴ്സ് ഇല്ലല്ലോ. യുണൈറ്റഡ് നേഷൻസിന് ഒരു പട്ടാളം അയച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതിന് അവർ പറയണ ഫോഴ്സ് എന്താ പറയുക? പബ്ലിക് സാങ്ഷൻ എന്നാ പറയാം. പൊതുജനാഭിപ്രായം ഒരുമിച്ച് വരുമ്പോൾ അതൊരു പ്രാർത്ഥനയാവും, അതൊരു തരംഗമാവും, ഒരു വലിയ എനർജിയാവും. പ്രധാനമന്ത്രിക്ക് ഇടപെടേണ്ടി വരും. പ്രധാനമന്ത്രിക്ക് മാത്രമോ, ഈവൻ ട്രംപിന് വരെ ഇടപെടേണ്ടി വരും. നിങ്ങൾ എന്തോന്നായി കാണിക്കുന്നത്? നിങ്ങളുടെ സദേൺ സ്റ്റേറ്റ് കേരളം, ആ കേരളത്തിൽ 4.5 കോടി ജനങ്ങളുണ്ട്. അവരുടെ തലയ്ക്ക് മേതെ ഒരു 130 വർഷം പഴക്കമുള്ള ഡാം വെച്ചുകൊണ്ട് മിസ്റ്റർ നരേന്ദ്രമോദി താങ്കൾക്ക് എങ്ങനെ പ്രധാനമന്ത്രിയായിട്ടിരിക്കാൻ പറ്റുമെന്ന് ട്രംപ് ചോദിക്കത്തില്ലേ? ചോദിക്കും. ലോകത്തെ ഏത് രാഷ്ട്ര നേതാവ് ചോദിക്കാതെ ഇരിക്കും. അതെ, അതായത് ഒരു ഇരിക്കപ്രതി ഉണ്ടാവില്ല, മുഖ്യമന്ത്രിക്ക് ഉണ്ടാവില്ല. അതാണ് ജനങ്ങളുടെ വികാരം. ഒരുമിക്കണമെന്ന് ഞാൻ പറയാനുള്ള നിരന്തരമായിട്ട് ഈ വിഷയത്തിൽ അവർക്ക് വേണമെന്ന് തോന്നണം. കേരളത്തിലെ ജനങ്ങൾക്ക് വേണമെന്ന് തോന്നണം, ഈ മുല്ലപ്പെരിയാർ ഡാം ഞങ്ങളുടെ തലയ്ക്ക് വേണ്ട എന്നുള്ള ആവശ്യം വേണമെന്ന് തോന്നണം. അപ്പം ശരിയോ? ഈ പെറ്റീഷനിൽ 20 ലക്ഷം പേരെ ഇപ്പോൾ ഒപ്പിട്ടിട്ടുള്ളൂ. അതിൽ കേരളത്തിൻ്റെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടിട്ട് അദ്ദേഹം പറഞ്ഞതെന്നു വെച്ചാൽ എല്ലാവരും ഒപ്പിടണം, ഇതൊരു വലിയൊരു എൻവയറമെൻ്റൽ മാറ്ററാണ്, ഇതൊരു ജീവൻ്റെ വിഷയമാണെന്ന് എന്നും ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞില്ലേ? എന്നിട്ട് എന്താ ഈ ഒപ്പിടാണ്ടിരിക്കണേ? ഈ കേരളത്തിലെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കണേ എന്താ? ഇവിടെ ഒരുമാതിരി പ്രായമായവർക്കൊക്കെ ഈ ഓൺലൈൻ പെറ്റീഷൻ ഒപ്പിടാനൊക്കെ അറിയില്ലായിരിക്കാം. മക്കൾ ചെയ്യൂലേ? അവർക്കൊരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് അവരുടെ മക്കളെ കൊണ്ടാവില്ലേ? അതായത് ഒറ്റവാക്കി റസൽ ജോയ് പറയുന്നത്, നിങ്ങളുടെ പൈസ എനിക്ക് വേണ്ട, നിങ്ങൾ മേലിറങ്ങി ഇതിനു വേണ്ടി പണിയെടുക്കണ്ട, ഒരൊറ്റ ഒപ്പിട്ടാൽ മതിയല്ലേ? അതെ, അതുപോലും തയ്യാറാകുന്നില്ല. അതാണ് അറിയാൻ പാടില്ലാത്ത വിഷയമുണ്ട് കേട്ടോ. ആളുകൾക്ക് ഇത്തിരി പ്രായമായവർക്കൊന്നും അറിയത്തില്ല. അതിനിപ്പോൾ ചെറിയ കുട്ടികളോട് പറഞ്ഞാൽ മതി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒരു അക്ഷയ സെന്ററിൽ പോയിട്ട് പറഞ്ഞാൽ മതി. ഇച്ചിരി പൈസ കൊടുത്താൽ അവർ ഒപ്പിടിപ്പിച്ച് തരും. ഇന്ന് എത്ര പേരോളം ഒപ്പിട്ടിട്ടുണ്ട്? 20 ലക്ഷം പേര് ഒപ്പിട്ടിട്ടുണ്ട്. ഒരു 50 ലക്ഷം ആയിരുന്നെങ്കിൽ ഞാൻ പ്രധാനമന്ത്രിയെ പോയി കണ്ടേനെ. എന്നെ പ്രധാനമന്ത്രിയുടെ അടുത്ത് ആരും എഴുന്നള്ളിച്ച് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ എനിക്കറിയാം എങ്ങനെ പോകണമെന്നുള്ളത്. ഇത്രയും ശബ്ദത്തിൽ സംസാരിക്കുമ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി എപ്പോഴെങ്കിലും റസൽ ജോയെ വിളിക്കുവോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇതിനൊരു പരിഹാരം നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് നേരിട്ടൊരു അഭിമുഖം ഇരുന്നിട്ടുണ്ടോ? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടാണ് ഈ പെറ്റീഷൻ ആദ്യകാലത്ത് ഫയൽ ചെയ്തത്. ആദ്യത്തെ കേരളത്തിന് അനുകൂലമായ ആദ്യത്തെ വിധി സുപ്രീം കോടതിയിൽ വന്ന പെറ്റീഷൻ കൊടുത്തതിന് മുമ്പ് ഞാൻ ശ്രീ പിണറായി വിജയനോടാണ് ഇത് ആദ്യമായിട്ട് സംസാരിച്ചത്. അപ്പോൾ എന്ത് ഉത്തരം തന്നു പിണറായി വിജയൻ?
അദ്ദേഹം എന്നോട് പറഞ്ഞു റസലിനെ കാണണം, ഞാൻ നേരെ കണ്ണൂരിൽ നിന്ന് ഞാൻ തിരുവനന്തപുരത്തിനാണ് പോണത്, ഞാൻ എറണാകുളത്ത് ഇറങ്ങാമെന്ന് പറഞ്ഞു. എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. എറണാകുളത്ത് അദ്ദേഹം ഇറങ്ങി 7 മണിക്ക് ഈ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഞാനും ശ്രീ പിണറായി വിജയനുമായിട്ട് ഈ വിഷയം സംസാരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ ഇനി 1.5 മാസമേ ഉള്ളൂ. ഈ 1.5 മാസത്തെ കഴിയുമ്പോഴത്തേക്കും LDF ഇവിടെ അധികാരത്തിൽ വരും. തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവുന്നു. എന്നിട്ടെന്താ, ഞാൻ വലിയ പ്രതീക്ഷയിലായിരുന്നു. കാരണം വാക്കുകൾ അത്രമേലായിരുന്നല്ലോ. സ്ട്രോങ് ആയിട്ട് തന്നെ ശ്രീ പിണറായി വിജയൻ എന്നോട് പറഞ്ഞത്, വളരെ താല്പര്യത്തോടു കൂടിയാണ് പറഞ്ഞത്. അപ്പം ഞാൻ വളരെ പ്രതീക്ഷയോടെ ഇരുന്നു. ഇലക്ഷൻ കഴിഞ്ഞു, അദ്ദേഹം മുഖ്യമന്ത്രി, ഈ ടൈമിലല്ല, ഇതിന് മുമ്പുള്ള ടൈമിൽ അധികാരത്തിൽ വന്നു, അദ്ദേഹം മുഖ്യമന്ത്രിയായി. അപ്പം ഞാൻ വളരെ സമാധാനമായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിളിച്ചു അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞ്, അതെൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്, ഞാനത് ചെയ്തിരിക്കുന്നു പറഞ്ഞു. ഏതായാലും ഞാൻ കയറി കസേരയിൽ ഇരുന്നിട്ടല്ലേ ഉള്ളൂ, ഒന്ന് ഉറച്ചിരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അത് ന്യായം. കറക്റ്റാണ്. അത് ന്യായം. പക്ഷെ ഉറച്ചിരുന്ന് വേര് മൂത്തില്ലേ? ഉറച്ചിരുന്നതിന് ശേഷം അദ്ദേഹം എനിക്ക് തന്ന നമ്പറിൽ ഞാൻ 1-2 പ്രാവശ്യം വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓർമ്മിപ്പിച്ചതിന് നന്ദി, നമുക്ക് പെട്ടെന്ന് ആ കാര്യത്തിലേക്ക് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വെച്ചു. പിന്നെ ആ നമ്പറിൽ വിളിച്ചാൽ എനിക്ക് അദ്ദേഹത്തെ കിട്ടാതായി. അതിനുശേഷം ഞാൻ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു, പാർട്ടിയാണോ മന്ത്രിയാണ് ഇപ്പോൾ ഓർക്കണില്ല, അന്നത്തെ മന്ത്രിയാണെന്ന് തോന്നുന്നു, ആഭ്യന്തരം, കോടിയേരി ബാലകൃഷ്ണൻ, ശ്രീ കോടിയേരി ബാലകൃഷ്ണനോട് സംസാരിച്ചു, ശ്രീ MA ബേബിയോട് സംസാരിച്ചു, ഡോക്ടർ തോമസ് ഐസക്കിനോട് സംസാരിച്ചു. എല്ലാവരും ഈ പ്രശ്നത്തിൽ ഇടപെടാമെന്ന് പറഞ്ഞതല്ലാതെ പ്രശ്നമായിട്ട് നിന്നു. അതിനുശേഷം ആദ്യത്തെ ഉത്തരവ് വന്നു കഴിഞ്ഞപ്പം ശ്രീ ഉമ്മൻചാണ്ടി അന്ന് മുഖ്യമന്ത്രിയാണോ, ഇനി നല്ല ഓർമ്മയില്ല, അല്ലല്ല മുഖ്യമന്ത്രിയല്ല, പ്രതിപക്ഷത്താ അന്ന് ശ്രീ പിണറായി, ഞാൻ നേരത്തെ പറഞ്ഞാൽ ശ്രീ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. അന്ന് ഉമ്മൻചാണ്ടി ഡൽഹിയിൽ നിന്ന് വരുമ്പം എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് ഈ ഗസ്റ്റ് ഹൗസിൽ എത്താൻ വരെയും 1 മണിക്കൂറിലേറെ എന്നോട് ഫോണിൽ സംസാരിച്ചു. എൻ്റെ ഫോൺ നിന്ന് പോയതല്ലാതെ അദ്ദേഹം വെച്ചില്ലായിരുന്നു, സംസാരിച്ചു. പിന്നീട് അദ്ദേഹം എന്നെ തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിൻ്റെ വസതിയുണ്ട്, ആ വസതിയിൽ പോയി 2 മണിക്കൂർ ഈ കാര്യം സംസാരിച്ചു. ഈ ജനങ്ങളുടെ മനസ്സറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി. അതെ, അദ്ദേഹം പറഞ്ഞു, റസലെ നീ ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് നടന്നാൽ ഈ തമിഴന്മാര് കേരളത്തിൽ കയറി ആക്രമിക്കുമെന്ന് പറഞ്ഞു. അതിന് എക്സാമ്പിൾസും പറഞ്ഞു. അതിനു മുമ്പ് കയറി ആക്രമിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ കേരളീയരെ, മലയാളികളെ ആക്രമിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചാൽ ഒരു ഉദാഹരണം പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കോട്ടയത്തെ ഏതോ ഒരു സ്ഥലത്തുനിന്ന് ഒരാൾ കടം കയറി മുടിഞ്ഞ് ഉള്ളതെല്ലാം വിറ്റ് പറക്കി കുറച്ച് പൈസയായിട്ട് തമിഴ്നാട്ടിൽ പോയി 1 ഏക്കർ സ്ഥലം മേടിച്ചു, ഒരു ചായക്കടയും തുടങ്ങി. ആ സ്ഥലത്ത് തെങ്ങ് വെച്ചു. തെങ്ങ് ചൊട്ടയിടുന്ന പ്രായമായി, അതായത് കായ്ക്കാൻ തുടങ്ങിയ പ്രായമായി. കടയും നല്ല രീതിയിൽ പോകുന്നു. ആ സമയത്താണ് ഇവിടെ മുല്ലപ്പെരിയാർ വിഷയം ഉണ്ടായത്. തമിഴ് ആൾക്കാർ വന്ന്, തമിഴ് ആൾക്കാരെന്നൊന്നും പറയാൻ പറ്റില്ല, കുറെ ക്രിമിനൽസ് വന്ന് ഈ 300 തെങ്ങും അറുത്തിട്ടിട്ട് പോയി, ചായക്കടയും തല്ലിപ്പൊളിച്ച്. അപ്പൊ അത് എന്നോട് ശ്രീ ഉമ്മൻചാണ്ടി പറയാൻ എന്താ കാരണം, നിർത്തിക്കോന്നാണ്, ഈ പരിപാടി നിർത്തിക്കോന്നാണ്, ഇങ്ങനെ ആക്രമിക്കപ്പെടുമെന്ന്. ഞാനപ്പോൾ ചോദിച്ചതെന്താണെന്നറിയോ, ആരായിരുന്നു അന്ന് മുഖ്യമന്ത്രി? ആ പുള്ളി പറഞ്ഞു, ഞാൻ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞു, റൂൾ ഓഫ് ലോ എന്ന് കേട്ടിട്ടുണ്ടോ? റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയിൽ ഒരു സിറ്റിസണ് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലും, കുറച്ച് സ്റ്റേറ്റ് എക്സെപ്ഷൻസ് ഉണ്ട്, ഏത് സ്റ്റേറ്റിലും പോയി ഭൂമി വാങ്ങി കൃഷി ചെയ്യാനും കച്ചവടം ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ അവകാശമാണ്, ലോ പ്രകാരവും അവകാശമുണ്ട്. ആ അവകാശത്തിന് ആരെങ്കിലും നിഹനിച്ചാൽ എന്താ റെമഡി? ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി പറഞ്ഞ വാക്ക് സത്യമല്ലേ? അല്ല, എന്താ റെമഡി? ഈ പറഞ്ഞ ആൾക്ക് 100-300 തെങ്ങ് പോയി, അവന് കോമ്പൻസേഷൻ മേടിച്ചു കൊടുക്കാനായിട്ട് ഈ മുഖ്യമന്ത്രിക്ക് സാധിച്ചോ? ശ്രീ ഉമ്മൻചാണ്ടിക്ക് സാധിച്ചോ? പിന്നെ എന്തിനാ ഇദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്? തമിഴ്നാട് ഗവൺമെന്റിൽ നിന്ന് 300 തെങ്ങ് പോയതിന് കോമ്പൻസേഷൻ മേടിച്ചു കൊടുക്കാൻ കേരള മുഖ്യമന്ത്രിക്ക് നിയമമുണ്ട്. അദ്ദേഹം ഇറങ്ങിയാൽ കിട്ടുകയും ചെയ്യും. പിന്നെ ഒരാളുടെ ചായക്കട അങ്ങോട്ട് ഓടിപ്പോയി തല്ലിപ്പൊളിക്കാന്നാണ് ഇന്ത്യയുടെ നിയമങ്ങൾ പറയുന്നത്? ആണോ?
തല്ലിപ്പൊളിച്ചവരുടെ പേരെ ക്രിമിനൽ ആക്ഷൻ നടപടികൾ എടുക്കണമെന്ന് പറയണം മുഖ്യമന്ത്രി പറഞ്ഞ. ഇങ്ങനത്തെ മുഖ്യമന്ത്രിമാരൊക്കെ നമുക്ക് എന്തിനാണ് നമ്മുടെ സേഫ്റ്റി പരിഗണിക്കാത്ത? നമുക്ക് കേരളത്തിന് പുറത്ത് ജീവിക്കണ്ടേ, തമിഴ്നാട്ടിൽ ജീവിക്കണ്ടേ? എന്തോരം തമിഴന്മാർ ഇവിടെ വന്ന് ജീവിക്കുന്നു. ഈ പറഞ്ഞ എന്താണ് ശീമാട്ടി, പോത്തീസ്, എത്ര ജുവല്ലറികൾ, എന്തോരം ഹോട്ടൽസ്, ശരവണ ഭവൻ, ആര്യഭവൻ എന്നൊക്കെ പറഞ്ഞ എത്ര ഹോട്ടൽ. നമ്മൾ ആരെങ്കിലും അവരെ ഉപദ്രവിക്കുന്നതാ? ഇല്ല. നമ്മൾ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ അവരെ ചേർത്ത് പിടിക്കാണ്. നമുക്കൊരു മസാല ദോശ കഴിക്കുമ്പോൾ ഓടിച്ചെന്ന് ആര്യഭവനിലാണ് കയറണത് അല്ലേ? നമ്മുടെ ആളുകൾ അവിടെ ആക്രമിക്കപ്പെട്ടാൽ അതിന് പരിഹാരം കാണാൻ പറ്റാത്ത ഒരു സർക്കാർ എന്തിനാണ്? അത് വെറുതെ 300 തെങ്ങിന് നഷ്ടപരിഹാരം കൊടുക്കാനല്ല. 300 തെങ്ങുകളും ഒരു 100 വർഷം അല്ലെങ്കിൽ മിനിമം ഒരു 50 വർഷമെങ്കിലും ആയുസ് കണക്കാക്കിയിട്ടുള്ള ആദായം കണക്കാക്കി കോമ്പൻസേഷൻ മേടിച്ചു കൊടുക്കണം. അവൻ്റെ ചായക്കട കെട്ടിക്കൊടുക്കണം. അവൻ്റെ ചായക്കട കയറി ഈ അതിക്രമം കാണിച്ച് അവരെ ജയിലിലടക്കണം. അതിന് കേരള മുഖ്യമന്ത്രി തയ്യാറാവണം. ഞാൻ ശ്രീ ഉമ്മൻചാണ്ടിയുടെ അടുത്ത് നേരെ തന്നെ പറഞ്ഞത്. ഒരക്ഷരം അദ്ദേഹം മിണ്ടിയില്ല. എൻ്റെ അടുത്ത് ഒരക്ഷരം മിണ്ടിയില്ല. അതിർത്തി, ഈ പറഞ്ഞ ഇടുക്കി ജില്ലയിലെ കേരളത്തിൻ്റെ അതിർത്തി കടന്നു വന്ന് സ്ത്രീകളടക്കമുള്ളവരെ തല്ലി. ഇതന്നെ ഗുണ്ടാരാജ ഇന്ത്യയിലുള്ളത്. അതിർത്തി കടന്നു വന്ന് വേറെ സംസ്ഥാനത്തെ ജനങ്ങളെ തല്ലാനായിട്ട് ഗുണ്ടാരാജ. തൃപ്തികരമായ മറുപടി തമിഴ്നാട്ടിന് കൊടുത്താണ്ടല്ലോ ഒരു തമിഴിന് അവിടെ ഇറങ്ങത്തില്ല മലയാളിനെ തല്ലാനായിട്ട്. അനങ്ങത്തില്ല. കന്നഡക്കാരെ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ? കാവേരി വിഷയമുണ്ടായി, കന്നഡക്കാരുടെ ഒരു രോമത്തെ തൊടാനായിട്ട് ഇവർക്ക് സാധിച്ചോ? പേടിച്ച് പെടുത്തില്ലേ? ഇല്ലേ? അതാണ് മാനാഭിമാനം വേണമെന്നേ, അന്തസ് വേണം, നട്ടല് വേണം ഒരു ഭരണാധികാരിക്ക്. ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് നട്ടലില്ലേ? അങ്ങനെയൊന്നും അടച്ചാക്ഷേപിക്കാനൊന്നുമില്ല. ഒരുപാട് നല്ല മനുഷ്യർ ഈ രാഷ്ട്രീയത്തിലുണ്ട്. സ്വന്തം സ്വത്തുക്കൾ നശിപ്പിച്ചിട്ട് രാഷ്ട്രീയം പറഞ്ഞ് നടന്ന എല്ലാ പാർട്ടിയിലും ഉണ്ട്. CPM-ലുണ്ട്, CPI-ലുണ്ട്, മുസ്ലിം ലീഗിലുണ്ട്, കോൺഗ്രസിലുണ്ട്, സകല പാർട്ടികളിലും നല്ല ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷെ പണ്ടത്തെ ഒരു രാഷ്ട്രീയം ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ എല്ലാവർക്കും അതുകൊണ്ടല്ലേ ഇത് ഒഴുകി പോകുന്നു ഞാൻ പറയണത്. ദുഷ്ടത അങ്ങോട്ട് പെരുകി ഈ നാട്ടിൽ എന്ത് തോന്നിവാസം ചെയ്യാന്നായി. ജനങ്ങൾക്ക് ഒരു തരത്തിലും നല്ല ഭക്ഷണമില്ല, നല്ല വായുവില്ല, നല്ല വെള്ളമില്ലാത്ത അവസ്ഥ. നശിച്ച് വെണ്ണീറായി നാട്. പിന്നെ അങ്ങനെ ഒഴുകി പോകാണ്ടിരിക്കണേ? അത്രമാത്രം തിന്മ ഈ നാട്ടിൽ വർദ്ധിച്ചില്ലേ? എല്ലാ രംഗത്തും ഒരു വ്യവസായം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ കരിമണല് അത് വിറ്റ് അല്ലെങ്കിൽ അത് പ്രോസസ്സ് ചെയ്ത് അതിന്റെ പ്രൊസീഡ്സ് സർക്കാർ ഖജനാവിൽ മുതൽ കൂട്ടേണ്ടതല്ലേ? ലോകത്തുള്ള രാജ്യങ്ങളൊക്കെ അങ്ങനെയല്ലേ ചെയ്യണേ? അങ്ങനെയല്ല. അത് മതിയല്ലോ. ഈ നാട്ടിലെ ചെറുപ്പക്കാർ ഇവിടെ തന്നെ നിൽക്കും. ചെറുപ്പക്കാരെവിടെ? അല്ല, ഞാൻ പറയണ അവർക്ക് രക്ഷയില്ലാത്തതുകൊണ്ട് അവർ ഓടുന്നത്. കരിമണൽ മാത്രം മതി. കേരളത്തിന്റെ സീഷോറിലുള്ള കരിമണൽ ഖനനം സർക്കാർ നടത്തുക. ഞാനൊരു പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞുള്ളൂ. എൻ്റെ വിഷയം അതൊന്നുമല്ല കേട്ടോ. എൻ്റെ വിഷയം കരിമണൽ വാരി ജനങ്ങളെ സേവിക്കാന്നുള്ളതൊന്നുമല്ല. ഞാൻ നിർത്താണ്. ഈ മുല്ലപ്പെരിയാർ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയാൽ ഞാൻ ഈ സാമൂഹ്യ സേവനത്തിൻ്റെ പരിപാടി കുറയ്ക്കുകയാണ് ഏതായാലും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, മുല്ലപ്പെരിയാറിന് വേണ്ടി ഇത്ര തീവ്രമായിട്ട് രംഗത്തിറങ്ങുമ്പോഴും ഈ ഒരു ഐഡിയ വന്നത് എങ്ങനെയായിരുന്നു? അതായത് എനിക്ക് ഇറങ്ങണം, എനിക്ക് ജനങ്ങളെ സേവ് ചെയ്യണം. ജനങ്ങൾക്ക് അഡ്വക്കേറ്റ് റസൽ ജോയോട് ഇല്ലാത്ത കൂറ് അഡ്വക്കേറ്റ് റസൽ ജോയ്ക്ക് ജനങ്ങളോട് എന്തിനാ? അത് പണ്ടൊരാള് ഈ ഒരു അനുമോദന യോഗം വിളിച്ചേ. ഒരു കുട്ടി കിണറ്റിൽ വീണ് ആരും കിണറ്റിലിറങ്ങി കുട്ടിയെ രക്ഷിക്കാനില്ല. അപ്പോൾ ഒരാൾ കിണറ്റിൽ ചാടി കുട്ടിയെ രക്ഷിച്ച്. അപ്പം നാട്ടുകാർക്കൊക്കെ എല്ലാവർക്കും തോന്നി ഇദ്ദേഹത്തെ ഒന്ന് അനുമോദിക്കണമെന്ന് തോന്നി. അങ്ങനെ ഒരു അനുമോദന യോഗം വെച്ച്. അപ്പോൾ ഒരാൾ ചോദിച്ച്, താങ്കൾക്ക് എന്താണ് ഇൻസ്പിറേഷൻ? ഈ കുട്ടി കിണറ്റിൽ പോയപ്പോൾ എടുത്ത് ചാടി രക്ഷപ്പെടുത്താനുള്ള ഇൻസ്പിറേഷൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണെന്നറിയോ? ആരാ എന്നെ തള്ളിയിട്ടേന്ന്. മനസ്സിലായോ? അതുപോലെ ജസ്റ്റിസ് കൃഷ്ണയ്യർ സാർ തള്ളിയിട്ടതാണ്, ജസ്റ്റിസ് VR കൃഷ്ണയ്യർ സാർ തള്ളിയിട്ടതാണ് ഇതിലേക്ക്. അത് അദ്ദേഹം തള്ളിയിട്ടെങ്കിലും ഞാൻ കേസ് കൊടുക്കാനൊന്നും പോയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും പ്രമാദമായ കേസ്, ഇങ്ങനെയുള്ള ഗവൺമെൻറ്റുകളൊക്കെ ഉള്ള ഒരു കേസ്, അവരെയൊക്കെ എതിരിട്ട് എങ്ങനെ എനിക്ക് പറ്റും? എനിക്കങ്ങ് പറ്റില്ല. ഞാൻ ഇത്രയും വലിയ ടാസ്ക് ഒന്നും എടുക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ. എന്നാലും ഞാൻ ആലോചിച്ച്, ഈ OS 3 of 2006 എന്ന് പറഞ്ഞൊരു കേസുണ്ട്. അതാണ് ഇതിലെ ലീഡിങ് കേസ്. അതൊന്ന് പഠിക്കാം.
ഒറിജിനൽ സ്യൂട്ട് ബിഫോർ ദ ഹോണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. അതിൽ എനിക്കൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് വന്നു. അത് പഠിച്ചാൽ എനിക്ക് എൻ്റെ തൊഴിലിനൊരു ഗുണമാവും. നല്ലൊരു സ്യൂട്ടാണ്, 2 സ്റ്റേറ്റുകൾ നടത്തിയ സ്യൂട്ടാണ്. അത് പഠിച്ചു വന്നപ്പോഴല്ലേ ചോര കളച്ചത്. അനീതി കേരളത്തിലെ ജനങ്ങളോടുള്ള അനീതിയുടെ എത്ര എക്സ്റ്റെൻഡ് ഉണ്ടോ അതുണ്ട്, മൊത്തമുണ്ട്. അത് കണ്ടപ്പോൾ കുറച്ച് രക്തം തിളച്ച് ഈ അനീതിക്കെതിരെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു, ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് പഠിച്ചു. ഇന്നാരുണ്ട്? ഇന്ന് ഞാൻ മാത്രമുണ്ട്. ഈ ചോരത്തിളപ്പ് വിടത്തില്ല. നമ്മൾ വാർഫ്രണ്ടിലാണ്. വാർഫ്രണ്ടിൽ നിന്നിട്ട് തിരിഞ്ഞോടാൻ പറ്റില്ല. ഒന്നെങ്കിൽ വെടിയേറ്റ് വീഴുക, അല്ലെങ്കിൽ യുദ്ധം ജയിക്കുക. അതേ ഉള്ളൂ. പണ്ട് മുതൽക്ക് ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അഡ്വക്കേറ്റ്. നിലപാടില്ലാത്തവന് ജീവനുണ്ടോ? അവൻ മരിച്ചില്ലേ? നിലപാട് പോകുമ്പോൾ തന്നെ അവൻ മരിച്ചു, പിന്നെ അവന് ജീവനില്ല. മുല്ലപ്പെരിയാറിനെ നമ്മൾ പേടിക്കണം, ഈ ചുരുങ്ങിയ സമയങ്ങളിൽ പറയുകയുണ്ടായി. മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ കൊച്ചിക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഹാർട്ട് അറ്റാക്ക് വരും. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ല, 50ഓളം ഡാമുകൾ നല്ലതാണെന്നും പറഞ്ഞ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ സർട്ടിഫൈ ചെയ്തത് പൊട്ടിയില്ലേ? അപ്പോൾ അവർ സെൻട്രൽ വാട്ടർ കമ്മീഷന് അങ്ങനെ പറയാൻ എന്താ കാരണം? ഞങ്ങൾ എന്ത് പറഞ്ഞാലും ആരും ചോദിക്കാനില്ല. അല്ല, അക്കൗണ്ടബിൾ അല്ല, അവർ ലയബിൾ അല്ല. അവർ നല്ലതാന്ന് പറഞ്ഞു, ഡാം പൊട്ടിപ്പോയി, ആക്ട് ഓഫ് ഗോഡ് എന്ന് പറയും. ആക്ട് ഓഫ് ഗോഡ്, ലോയലൊരു ടേമാണ്, ആക്ട് ഓഫ് ഗോഡ്. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ നോക്കിയപ്പോൾ നല്ലതായിരുന്നു, ഇപ്പം ദൈവം തകർത്ത് കളഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ അവർ രക്ഷപ്പെടും, ദൈവത്തിന് വിട്ടുകൊടുക്കും, അവർ രക്ഷപ്പെടും. അത് പറഞ്ഞു. അതെ, അത് പറഞ്ഞു. അവർ അക്കൗണ്ടബിൾ ആണെങ്കിൽ അവർ മര്യാദ കാര്യങ്ങൾ ചെയ്താണ്. ഒരു ഡാം തകർന്നാൽ അത് നല്ലതാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആൾക്കാർ ലയബിളാണ്, അക്കൗണ്ടബിൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ കാര്യങ്ങൾ നേരെ ചൊവ്വേ ചെയ്യാൻ തുടങ്ങും. ഈ റസൽ ജോയിയെ പോലുള്ളൊരു ചോരത്തിളപ്പുള്ളൊരു വ്യക്തി മുഖ്യമന്ത്രിയായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുമല്ലോ. ഞാൻ മുഖ്യമന്ത്രിയാവാനൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ മുഖ്യമന്ത്രിയാവാൻ ജനിച്ചതല്ലാന്നേ, ഞാൻ മുല്ലപ്പെരിയാർ ഡാമിന് വേണ്ടി ജനിച്ചതാകാം. മനസ്സിലായോ? അതെ, അങ്ങനെ പറയാം. പിന്നെ ഇപ്പോൾ നിയമസഭയിൽ വന്നാലാണ് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുള്ളൂ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനുള്ള കാലമൊന്നും ഇനി ഇല്ല, അതിനുള്ള കാലങ്ങളൊന്നുമില്ല. നിയമസഭയിൽ വന്നാലാണ് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുള്ളൂ എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഞാൻ ഇലക്ഷന് മത്സരിക്കും. അതുപോലെ തന്നെ പാർലമെന്റിൽ വന്നാലാണ് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുള്ളൂ എന്ന് തോന്നിക്കഴിഞ്ഞാൽ പാർലമെന്റിലേക്ക് മത്സരിക്കും. ഇപ്പം തന്നെ ഈ 140 MLA-മാരെയും വെല്ലുവിളിച്ച് ഞാൻ പറയാണ്, ഒരു പ്രമേയം കൊണ്ടുവരാൻ പറ്റുമോ അവർക്ക് ഈ കേസിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്? ഈ കേസിനെ സപ്പോർട്ട് ചെയ്യണം കേരള സർക്കാർ പരസ്യമായി എന്ന് പറഞ്ഞ് ഒരു MLA-ക്ക് കേരള അസംബ്ലിയിൽ പ്രമേയം കൊണ്ടുവരാൻ പറ്റുമോ? അല്ലെങ്കിൽ പാർലമെന്റിൽ ഒരു MP-ക്ക് ഒരു പ്രമേയം കൊണ്ടുവരാൻ പറ്റുമോ? കേന്ദ്ര സർക്കാർ ഈ കേസിൽ കക്ഷിയാണ്, കേന്ദ്ര സർക്കാർ ഈ കേസിനെ പിന്തുണയ്ക്കണം എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് ഒരു MP-ക്ക് പറയാൻ പറ്റുമോ? ഞാൻ അവരെ വെല്ലുവിളിച്ച് പറയുന്നു, നിങ്ങൾ പറയുന്നില്ലെങ്കിൽ ഇവിടെ വേറെയും MP-മാരുണ്ട്, 500 ചില്ലാനും MP-മാർ പാർലമെന്റിലുണ്ട്. ഏതെങ്കിലും ഒരാൾ പറഞ്ഞിരിക്കും, നാണക്കേടാവും നിങ്ങൾക്ക്. ഞാനൊരു MP-യോട് വിളിച്ചു പറഞ്ഞു, മുണ്ടക്കയിലും ചൂരൽമലയിലും ലാൻഡ് സ്ലൈഡ് ഉണ്ടായില്ലേ, ഉരുൾപൊട്ടൽ ഉണ്ടായില്ലേ? ആ സമയത്ത് പാർലമെന്റിലെ ഒരു MP-യോട് ഞാൻ വിളിച്ചു പറഞ്ഞു, UP-യിൽ നിന്നുള്ള MP, ആ MP-യാണ് കേരളത്തിലെ ആളുകൾ മിണ്ടാതിരുന്ന ഒരു വിഷയം പാർലമെന്റിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. നിങ്ങൾ നോക്കിക്കോ, നിങ്ങളെ 20 MP-മാരൊന്നും അല്ല പാർലമെന്റിലുള്ളത്, ചാവറ് പോലെ MP-മാർ ഇന്ത്യയുടെ പാർലമെന്റിലുണ്ട്. നിങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ അവർ സംസാരിക്കും കേരളത്തിന് വേണ്ടി. എനിക്കിതിനൊക്കെ ഓടാനുള്ള പൈസ ഇല്ലാത്തത് ഒരു പ്രധാന പ്രശ്നമായിട്ട് ഉള്ള കാര്യം തുറന്നു പറയാം. ഇതിനൊക്കെ ഓടാൻ എൻ്റെ കയ്യിൽ പൈസ വേണ്ടേ? അതാണ് എൻ്റെ പ്രധാന പ്രശ്നം. പൈസ ഇല്ലാത്തതാ പ്രശ്നം. പൈസ ഉണ്ടെങ്കിൽ ഞാൻ എത്ര MP വേണം ഈ വിഷയം അവരോട് ചെന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരാ, നേരെ ചെന്നുകൊണ്ട് നമ്മുടെ ദൈന്യത അവരെ ബോധ്യപ്പെടുത്തി നിങ്ങൾ പാർലമെന്റിൽ പറയണമെന്ന് പറയണം. അതിന് ഓടാനൊന്നും എൻ്റെ കയ്യിൽ പണമില്ല. അതൊരു ഒരു വലിയ വീക്ക്നെസ് ആണ് എൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അതുള്ളതുപോലെ ഞാൻ പറയുക. അത് പറയാണ്. ഇപ്പൊ അതിനുള്ളൊരു അവസരം കിട്ടിയപ്പോൾ പറയുന്നു, ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അല്ല, ഈ അഡ്വക്കേറ്റ് ചെയ്യുന്നതിനൊരു പൈസ കിട്ടത്തില്ലേ? ഏത് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കാനാ? അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തോണ്ടാണ് ഞാൻ നടക്കുന്നത്.
എത്രയോ വർഷമായി ഇതും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പം എല്ലാം തീർന്നോ? തീർന്നിട്ടൊന്നുമില്ല. ഞാൻ അതൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ വരൂല. ഞാൻ കേസ് നടത്തുന്നില്ലേ. ആരും ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ ആരും സഹായിച്ചില്ല എന്ന് പറയുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് പേരൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റി. മനസ്സിലായി. ഇത് പൊട്ടിക്കഴിഞ്ഞുള്ളൊരു അവസ്ഥ എന്തായിരിക്കും? ദുരന്തമാണ്, അറിയാം. എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു പൊട്ടൽ സംഭവിക്കുന്നത്? വിദേശത്തുനിന്ന് ഗവേഷകർ വരും. ഇങ്ങനെ പുല്ലുപോലും മുളയ്ക്കാതെ ഈ നാട് ഇങ്ങനെ ആയത് എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അന്നാരും കാണത്തില്ല ഇവിടെ. ആരുണ്ടാവാനാ? വായു മലിനമായി, വെള്ളം മലിനമായി, എല്ലാം മലിനമായി. ഒരു കാക്ക പോലും ഇവിടെ ജീവിക്കില്ല. ഈ കൊച്ചിൻ ഓയിൽ റിഫൈനറി മാത്രം മതി എൻ്റെ അജിൻ. കൊച്ചിൻ ഓയിൽ റിഫൈനറിയിലെ ക്രൂഡ് ഓയിൽ ഈ നാട് മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പുല്ല് മുളയ്ക്കും. ഈ മുല്ലപ്പെരിയാർ ഡാം 2018 തുറന്നു വിട്ടല്ലോ. ആ ചെളി വന്നിട്ട് ഈ ഞങ്ങളുടെ ആലുവ തൊട്ട് മലയാറ്റൂർ വരെയുള്ള സ്ഥലത്തെ സകല വാഴകളും പോയി, സകല തെങ്ങുകൾ, റബ്ബർ മരങ്ങൾ പോലും ഉണങ്ങിപ്പോയി. വെറുതെ ചെളി വന്ന് അതിൻ്റെ ചോട്ടിൽ കിടന്നതാ. അപ്പം പിന്നെ ഈ ക്രൂഡ് ഓയിൽ വന്ന് ഈ ചെളിയും കൂടി മിക്സായി കിടന്നാലുള്ള അവസ്ഥ എന്താണ്? പുല്ല് പോലും മുളയ്ക്കത്തില്ല. ഇതെല്ലാം നമ്മൾക്ക് അനുഭവം ഉണ്ടല്ലോ. ഞാൻ വെറുതെ ഇരുന്ന് പറയണമല്ലോ. ഞാൻ പറഞ്ഞില്ല 50ഓളം ഡാമുകൾ ഇന്ത്യയിൽ തകർന്ന്. ലോകത്ത് ഒരു വർഷം ഒരു ഡാമെങ്കിലും തകരുന്നുണ്ട്. അമേരിക്കയെല്ലാം ഡാം കൺസ്ട്രക്ഷൻ നിർത്തി. അവർ ഓരോന്നോരോ വൺ ബൈ വൺ ആയിട്ട് ഡീകമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ സോളാർ എനർജിയിലേക്ക് തിരിഞ്ഞു, വിൻഡ് മിൽസിലേക്ക് തിരിഞ്ഞു, ഓൾട്ടർനേറ്റീവ് എനർജി സോഴ്സസിലേക്ക് തിരിഞ്ഞു. നമ്മൾ ഇപ്പോഴും ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്നും പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഡാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ യൂറോപ്പിലായിരുന്നപ്പം ജർമ്മനിയിലല്ല, ഓസ്ട്രിയയിൽ, ജർമ്മനിയിലും ഉണ്ടാകാം, ഓസ്ട്രിയയിൽ ഞാൻ കണ്ടതാണ്. അവിടെ വിൻ്ററിൽ ചെറിയൊരു വെളിച്ചമുള്ളൂ. അതായത് നമ്മുടെ ഇവിടുത്തെ പുലർകാലത്തെ വെളിച്ചമാണ് അവിടെ നട്ടുച്ചയ്ക്കുള്ളൂ. നട്ടുച്ചയ്ക്ക് കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടായി. നട്ടുച്ചയ്ക്ക് തൊട്ട് മുമ്പ് നമ്മുടെ പുലർകാലത്തെ വെളിച്ചമുള്ളൂ വിൻ്ററിൽ. ആ വെളിച്ചം വെച്ചിട്ട് ഫോട്ടോ വോൾട്ടൈക്ക് എന്ന് പറഞ്ഞ ടെക്നോളജി ഉപയോഗിച്ച് അവർ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിക്കും. നമ്മുടെ ഇവിടെ നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങില്ല, സൂര്യാഘാതം ഉണ്ടാവുമെന്ന് കുറച്ചാൾ മുമ്പ് സർക്കാർ പറഞ്ഞു. അതെ, പൊള്ളു. എന്നിട്ട് അത് വേസ്റ്റ് ആക്കുന്നു, സൗരോർജ്ജം വേസ്റ്റ് ആക്കുന്നു. ഒരു ഡാം പണിയാനായിട്ട് ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ 2000 കോടി മതി. ഒരു പുതിയ ഡാം ഉണ്ടാക്കാൻ 2000, 3000 ഒന്ന് കൂട്ടിക്കോ, 3000 കോടി മതി. ഈ 3000 കോടി ഉണ്ടെങ്കിൽ എത്ര ആളുകൾക്ക് ഇവിടെ സോളാർ എനർജി ചെയ്തു കൊടുക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കും? ഈ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഏറ്റവും വലിയ ജനദ്രോഹ ബോർഡാണ്. ആ സാധനം ഒരു 10 വർഷം മുമ്പുള്ള കണക്ക് പ്രകാരം 5000 കോടിയുടെ ഇലക്ട്രിസിറ്റി പുറത്തുനിന്ന് വാങ്ങുന്നു. ഈ 5000 കോടി ഉണ്ടെങ്കിൽ എത്ര വീടുകളിൽ സോളാർ എനർജി പാനൽസ് വെച്ച് കൊടുക്കാൻ പറ്റില്ല? ഞാൻ പറയണ ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് ഒക്കെ ഡീകമ്മീഷൻ ചെയ്ത് ഇടുക്കി അടക്കാം. ഇടുക്കി ഡീകമ്മീഷൻ ചെയ്യാറായി, 50 കൊല്ലമായി. ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് എല്ലാം നിർത്തിയിട്ട് അതിന് ചിലവാക്കുന്ന തുകയൊക്കെ ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്ത് ജനങ്ങൾ എനർജി ഉണ്ടാക്കി സർക്കാരിന് കൊടുക്കട്ടെ. ഈ തമിഴ്നാട്ടിലൊക്കെ എത്രയോ വീട്ടുകാർ സൗരോർജ്ജ പാനൽസ് വെച്ചിട്ട് എനർജി ഉണ്ടാക്കി സർക്കാരിന് വിറ്റ് കാശുണ്ടാക്കുന്നു. അതൊരു തൊഴിലായി. എന്തുകൊണ്ട് കേരളത്തിൽ ചെയ്യുന്നില്ല? ഈ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി കോടികൾ മുടക്കി മേടിക്കണതിൻ്റെ കമ്മീഷൻ നിലയ്ക്കും. ജനങ്ങളോട് പിഴിയല്ലേ? ഇലക്ട്രിസിറ്റി ബില്ല് കാണുമ്പോൾ മനുഷ്യനിവിടെ ബോധം കെട്ട് വീഴും. അപ്പം അതെ, അല്ലേ? സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന ഇലക്ട്രിസിറ്റി ബില്ലാണ് ഇവിടെ ഉള്ളതല്ല. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ബോർഡൊന്നും വേണ്ടെന്നേ. ജനങ്ങൾക്ക് സൗരോർജ്ജം പാനൽ വയ്ക്കുക. ഇവിടെ ത്രൂ ഔട്ട് കന്യാകുമാരി വരെ തൊട്ട് മംഗലാപുരം വരെ സീഷോർ കിടക്കുക. കടലിൽ വിൻമിൽസ് സ്ഥാപിച്ചുകൂടെ? കരയിലും വേണ്ട. ഈ സോളാർ പാനൽസ് തന്നെ കരയിൽ വേണ്ട. ഫ്ലോട്ടിംഗ് സോളാർ പാനൽസ് കടലിലുണ്ടാക്കി വെക്കാൻ പറ്റും. എന്തോരം ഇവരൊക്കെ വിദേശ രാജ്യങ്ങൾ പോണതല്ലേ? ഞാൻ മാത്രമല്ലല്ലോ പോണത്, എല്ലാവരും പോണതല്ലേ? ഇവർ കാണുന്നില്ല. കണ്ണടച്ചാണ് അതില്ല നടക്കണേ. കണ്ണടച്ചാൽ ഇവരവിടെ നടക്കണത്. ഒരു റിസോഴ്സസും ഇല്ലാത്ത രാജ്യങ്ങൾ വരെ ഇതൊക്കെ ചെയ്ത് എനർജി ഉൽപ്പാദിപ്പിക്കുന്നു അബുണ്ടൻ്റ് ആയിട്ട്. ഈ പറഞ്ഞ തമിഴ്നാട് അടക്കം ഉൽപ്പാദിപ്പിക്കുന്ന അവർ എനർജി സർപ്ലസ് സ്റ്റേറ്റ് ആണ്. അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അവരുടെ പൈസ നിൽക്കത്തില്ലേ? എനിക്ക് തമിഴ്നാടിനോട് പറയാനുള്ളൂ, സ്നേഹപൂർവ്വം പറയാൻ അതേ ഉള്ളൂ, ക്വിറ്റ് കേരള. ഇറങ്ങിപ്പോടെ ഞങ്ങളുടെ മണ്ണിൽ നിന്ന്. നിങ്ങൾക്ക് വെള്ളം വേണോ? നിങ്ങൾ പ്രോജക്റ്റ് DPR ആയിട്ട് വാ, എന്നിട്ട് ഞങ്ങൾ ആലോചിക്കട്ടെ.
അതിൻ്റെ റെമ്യൂണറേഷൻ ഞങ്ങൾ പറയട്ടെ, നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ നിങ്ങൾ സ്വീകരിച്ച് നമുക്ക് ഡാം ഉണ്ടാക്കണമെങ്കിൽ ഡാം ഉണ്ടാക്കാം. വേറെ എന്തെങ്കിലും ടെക്നോളജിയൊക്കെ ഭയങ്കര ഡെവലപ്ഡാണ്. ഇവിടുന്ന് അവിടെ വെള്ളം എത്തിക്കണതിന് വലിയ പാടൊന്നുമില്ല. ഇറാനിൽ നിന്ന് നാച്ചുറൽ ഗ്യാസ് ഇന്ത്യയിൽ എത്തിക്കാമെങ്കിൽ ഇവിടുന്ന് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് വെള്ളം എത്തിക്കാനാണ് പാട്. നിങ്ങൾ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ ഉണ്ടോ? ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഇനി നമ്മൾ സ്നേഹപൂർവ്വം ഞാൻ അവരോട് പറയണത്, അവർക്ക് എന്നെ ബഹുമാനമുള്ളൂ. തമിഴന്മാർക്ക് ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ എത്ര കൊടുത്ത്, എത്ര എസ്റ്റേറ്റ് കൊടുത്ത്, എത്ര ഫാം ഹൗസ് കൊടുത്ത്, എത്ര രൂപ കൊടുത്ത്, യൂറോപ്പിൽ എത്ര ഫ്ലാറ്റ് കൊടുത്ത്, ഈ കാര്യങ്ങളൊക്കെ എന്നോടാ അവർ പറയണത്. അവർക്ക് തിക്കുമുട്ടാണ് ഇത്. ആരോടെങ്കിലും ഇത് പറയണമല്ലോ, മനസ്സ് കുറക്കണം, മനസ്സിന്റെ ബേർഡൊക്കെ കുറയ്ക്കട്ടെ. എന്നോടാ പറയണത്. കാരണം അവർ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരാളെ ആദ്യമായിട്ട് കാണാം. അതുകൊണ്ടാ എനിക്കിവിടെ ഉള്ള രാഷ്ട്രീയക്കാരെ മര്യാദ പഠിപ്പിക്കണം അല്ലാട്ടോ പണി. അത് ഞാൻ പറയാം, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറയാം. എനിക്ക് ഒരു രാഷ്ട്രീയക്കാരെ നന്നാക്കാനോ അല്ലെങ്കിൽ ഇവിടുത്തെ നേതൃത്വങ്ങളെ നന്നാക്കാനോ ഒന്നും എൻ്റെ ഒരു തൊഴിലുമല്ല. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല. എൻ്റെ ആകെ ഒരു പ്രശ്നം ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കിട്ടണം, നല്ല വെള്ളം കിട്ടണം, നല്ല വായു കിട്ടണം. മുല്ലപ്പെരിയാർ ഡാം നമ്മുടെ തലയ്ക്ക് മുകളിൽ നിന്ന് പോകണം. ഇത്രേ ഉള്ളൂ, ഫിനിഷ്ഡ്. ഇത് സംഭവിക്കട്ടെ. സംഭവിക്കും. അതുവരെ ദൈവം പിടിച്ചു നിർത്തും. അങ്ങനെയാണ്. അങ്ങനെ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. കാരണം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, ദൈവം പിടിച്ചു നിർത്തും. ഇപ്പോഴും പല KSEBയുടെ തലപ്പത്തുണ്ടായിരുന്നവരും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തലപ്പത്തിലുണ്ടായിരുന്ന എൻജിനീയേഴ്സൊക്കെ റിട്ടയർ ആയിപ്പോയ ആൾക്കാരൊക്കെ പറയണത് ദൈവം പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു ഡാമാണ്. അതിൽ ഞാനും വിശ്വസിക്കുന്നു. ഒരുപാട് ശാപങ്ങളുണ്ട്. ഈ ഡാം പണിതുകൊണ്ടിരിക്കുമ്പോൾ പെനിക്കുക്ക് സ്വന്തം ഭാര്യയെ കുരുതി കൊടുത്തു എന്ന് പറഞ്ഞ കഥകളുണ്ട്. പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ രക്തം വീണാലാണ് മുല്ലപ്പെരിയാർ ഡാം ഉറക്കുള്ളൂ എന്നുള്ളൊരു അന്ധവിശ്വാസം കാരണം സ്വന്തം ഭാര്യയെ തന്നെ കുരുതി കൊടുത്തു എന്നുള്ളൊരു കഥ നൂറ്റാണ്ടുകളായി അവിടെ പ്രചരിക്കുന്നുണ്ട്. കെട്ടുകഥകളാണെങ്കിലോ ആയിക്കോട്ടെ, കെട്ടുകഥകളാവാനാണ് എനിക്ക് താല്പര്യം. അദ്ദേഹം സ്വന്തം ഭാര്യയെ കുരുതി കൊടുത്തു എന്നൊന്നും വിശ്വസിക്കാനോ അതൊന്നും എനിക്ക് താല്പര്യം. പക്ഷെ അങ്ങനെ ഒരു കഥയുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ആദിവാസി ക്ഷേത്രം വെള്ളത്തിനടിയിലേക്ക് പോയപ്പോൾ അവിടുത്തെ മുഖ്യ പുരോഹിതൻ വിഗ്രഹം വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന കണ്ട് അത് ഇളക്കിയെടുത്ത് നെഞ്ചോട് തേർച്ച് വെച്ചുകൊണ്ട് ഈ പൊങ്ങി വരുന്ന വെള്ളത്തിൽ നിന്ന് റിസർവയർ ലെവൽ കൂടാണ്. ആ വെള്ളത്തിൽ നിന്ന് ഒരു കുമ്പിൾ വെള്ളം കയ്യിലെടുത്തിട്ട് നീ ഇത് ചെയ്ത നീയും നിന്റെ പ്രജകളും, നീ എന്ന് വെച്ചാരാ തിരുവിതാംകൂർ മഹാരാജ, നീയും നിന്റെ പ്രജകളും ജലസമാധി അടയും എന്ന് ശപിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കഥയും ഇങ്ങനെ തലമുറകളായി അവിടെ പാടി നടക്കുന്നുണ്ട്. ശാപമുണ്ട്, ഉണ്ടാകാം. ഞാനതിലൊന്നും വിശ്വസിക്കുന്നില്ല. ഇങ്ങനെയുള്ള കഥകളൊക്കെ ഒരുപാട് കഥകളുണ്ട്. ഇപ്പം ഞാനിവിടെ പറയാത്ത കഥകളും ഉണ്ട്. ഒരു മെഗാ സ്റ്റോറിയാണ് അതെല്ലാം. ഒരു മെഗാ മൂവി നിർമ്മിക്കാൻ പറ്റും. സിനിമയ്ക്കുള്ള കഥയുണ്ട്. സിനിമയ്ക്ക് ഉണ്ടാവുന്ന പൊട്ടിത്തെറിച്ചു പോകും. ജനം തിയേറ്ററിലിരുന്ന് പൊട്ടിത്തെറിക്കും. അങ്ങനത്തെ ബോംബാണ് ഈ കഥകളെല്ലാം. ഇപ്പം തന്നെ പെനിക്കുക്കിൻ്റെ ഭാര്യ മുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ കണ്ണിലൊരു ഒരു കുറ്റി തറച്ചിട്ട് എൻ്റെ കണ്ണേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് താഴെ വീണ സ്ഥലത്ത് നിന്ന് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കുറുകെ ഒരു ക്രാക്ക് ഉണ്ടായി എന്ന് പറയും. അതിപ്പോഴും ഉണ്ട് എന്ന് പറയും. അപ്പം റസൽ ജോയുടെ ഈ പോരാട്ടത്തിൽ ഞങ്ങൾ ഓരോ മലയാളികളും കൂടെ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്യണം. നമ്മുടെ QR കോഡ്, അതായത് പ്രൈം മിനിസ്റ്റർക്ക് ഒപ്പിടാനുള്ള, പ്രൈം മിനിസ്റ്ററുടെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള പെറ്റീഷൻ ജനങ്ങൾക്ക് ഒപ്പിടാനുള്ള ഒരു QR കോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്ത് സ്വന്തം ഇമെയിൽ ID വെച്ചിട്ട് ഒപ്പിടാൻ പറ്റും. നമുക്ക് വീഡിയോയിൽ തന്നെ കൊടുക്കാം. അത് കൊടുക്കണം. അതിൻ്റെ ലിങ്കും കൊടുക്കണം. അപ്പോൾ എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? അതാണ് പറയാനുള്ളത്. നിങ്ങൾ ഈ സിഗ്നേച്ചർ ക്യാമ്പയിൻ വിജയിപ്പിക്കണം. ഇതിൻ്റെ കൂടെ QR കോഡ് ഉണ്ടാവും, അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് പ്രൈം മിനിസ്റ്ററുടെ പെറ്റീഷനിൽ ഒപ്പിടാം. അല്ലെങ്കിൽ അതിൻ്റെ ലിങ്കിൽ പോയിട്ട് നിങ്ങളുടെ ഇമെയിൽ ID ഉപയോഗിച്ച് ഒപ്പിടാം. നിങ്ങൾക്ക് അവിടെ ഷെയറിംഗ് ഓപ്ഷനും ഉണ്ട്. ഒപ്പിട്ടതിന് ശേഷം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് 5 പൈസ മുടക്കില്ല. അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കട്ടെ. റസൽ ജോയുടെ ഈ പോരാട്ടത്തിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. നന്ദി.